പേര് ഫിക്സ് ചെയ്ത ബേസിലാണ്. പൊന്മാൻ എന്നെ രാത്രി 3 മണി വിളിച്ചേട്ടാ നല്ല പേര് പൊന്മാൻ നല്ല പേരല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും തീരുമാനിച്ചിട്ടാണ് പൊന്മാനിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ കഥ വന്നപ്പോൾ ആദ്യം നമ്മൾ സമീപിച്ചത് ഭഗതിന്. ഫസ്റ്റ് ആദ്യത്തെ ഒരു റീഡിങ്ങിൽ തന്നെ അദ്ദേഹം ഇഷ്ടപ്പെട്ടു. ഈ സിനിമ ഇത്രയും മനോഹരമായതിൻ്റെ പിന്നിൽ ബേസിൽ പൊന്മാനായോ, ബേസിൽ വന്നപ്പോഴാണല്ലോ സിനിമ ഓടാകുന്നത്. പുള്ളി എൻ്റെ ചോദിച്ചത് വള്ളം തുഴയാൻ പഠിക്കുന്നുള്ളൂ അല്ലേ ചേട്ടാ, ഈ തടി വെക്കണമല്ലോ. ഈ 2 കാര്യം പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ മര്യാദ ഫിക്സ് ചെയ്തു. പെണ്ണ് തൊടാത്തപ്പോഴാണ് പെണ്ണിൻ്റെ യഥാർത്ഥ ചന്തം. അതാണ് നമ്മുടെ മെസ്സേജ്. സ്ത്രീധനം എന്ന് പറഞ്ഞാൽ സ്ത്രീക്കുള്ള ധനമാണ്, പുരുഷനുള്ളതല്ല. നമ്മളതിനകത്ത് സിനിമയിൽ പറയുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീൻ എന്ന് പറയുന്ന ലോഡ്ജിൽ അജേഷ് കൊടുക്കുന്ന മോട്ടിവേഷനാണ്. പൊന്നി ചോദിക്കാൻ പോകുന്ന സീനുണ്ട്, ഇതിൻ്റെ കഴുത്തെ കിടക്കുന്ന മാലതാടി എന്ന് പറയുന്നത്. അത് ചെയ്യാത്ത സാധാരണപ്പെട്ട ഒരു സ്ത്രീകളും ഇല്ലെന്നാണ് പറയുന്നത്. കൊല്ലത്തൊരു വർത്താനമുണ്ട്. അത് പറഞ്ഞ് പുള്ളിയെ എന്നിട്ടും ഇത് കിട്ടുമോ നമ്മൾ പ്രതീക്ഷിക്കും, പക്ഷെ പുള്ളി കുത്തു എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം തുടരുന്ന പൊന്മാൻ എന്ന ചിത്രത്തിൻ്റെ സംവിധായകനും കൂടാതെ പ്രശസ്ത ആർട്ട് ഡയറക്ടറും പ്രൊഡക്ഷൻ ഡിസൈനറുമായ ജ്യോതിഷ് ശങ്കറാണ് ഇന്ന് മലബാർ ജേണലിൽ നമ്മളോട് കൂടെയുള്ളത്. വെൽക്കം ജ്യോതിഷ്. നമുക്ക് പൊന്മാനെ കുറിച്ച് തന്നെ സംസാരിച്ചു തുടങ്ങാം. പൊന്മാൻ അതാണ് അതിൻ്റെ മെയിൻ സംഭവം. പൊന്മാനല്ല, അത് പൊന്മാനാണ്. അതായത് സൂപ്പർമാൻ എന്നൊക്കെ പറയുന്ന ഒരു സൂപ്പർ ഹീറോ, അതാണ് അതിൻ്റെ ഒരു സംഭവം. പക്ഷെ അത് പല പ്രേക്ഷകർക്കും മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. എല്ലാവരും അതിനെ പൊന്മാൻ എന്നാണ് പലരും അതിനെ പറയുന്നത്. അപ്പോൾ പിന്നെ ബേസിൽ ഒരു ഇന്റർവ്യൂവിൽ വന്നിട്ട് പറഞ്ഞത് പൊന്മാനല്ല പൊന്മാനാണ്. ഇത് എഴുതിയിരിക്കുന്നതും അങ്ങനെയാണ്. അപ്പോൾ പലർക്കും സിനിമ കാണുമ്പോൾ തന്നെ ഒരു സംശയം ഉണ്ടായിട്ടുണ്ടാവും, ഈ സിനിമ എങ്ങനെ പൊന്മാനാവും. പിന്നീടായിരിക്കും അവർക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവുക. അപ്പോൾ അവർക്ക് തുടക്കം തന്നെ അത് മനസ്സിലായില്ല എന്നോ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കൺഫ്യൂഷൻ ഉണ്ടായിട്ട് എല്ലാവരും പൊന്മാൻ എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ബോധർ ചെയ്തിട്ടുണ്ടോ? ഇല്ല, നമുക്ക് ആ സിനിമ കണ്ടു കഴിയുമ്പോഴാണ് ശരിക്കും പൊന്നു കൊണ്ടുവന്ന മനുഷ്യൻ അതെ പൊന്മാൻ എന്ന് ജനത്തിന് മനസ്സിലാകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം അതിൽ ദിയാറെന്തോ അവൻ്റെ 4-5 ചെറുപ്പക്കാരനുള്ള കഥയായിരുന്നു. അതെ അതെ ആ കഥയാണ് നമ്മൾ പൊന്മാനിലേക്ക് മാറിയത്. ഇപ്പോൾ സിനിമയായപ്പോൾ പൊന്നു കൊണ്ടുവന്ന മനുഷ്യൻ പൊന്മാൻ, അങ്ങനെയാണ് നമ്മൾ പൊന്മാൻ എന്നുള്ള ഇതിലേക്ക് എത്തുന്നത്. അല്ലാണ്ട് ഈ ഒരു സൂപ്പർ ഹീറോ എലിമെന്റ് ഒന്നുമില്ല. അതായത് ഈ അജേഷിന്റെ കഥാപാത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ ഓഡിയൻസ് എങ്ങനെ വേണേൽ എടുക്കാമല്ലോ. അങ്ങനെ പറയുന്നത് നമുക്ക് ഇപ്പം പൊന്മാൻ ഒരു പേരിടുന്നു, അപ്പോൾ അവിടെ ഇപ്പോൾ സൂപ്പർമാനാണോ സ്പൈഡർമാനാണോ എന്ന് ജനങ്ങളുടെ ഇടയിൽ ഒരു ചർച്ച ചെയ്യപ്പെടണമല്ലോ. അതിൻ്റെ ഒരു ഇതാണ് പൊന്മാൻ എന്നുള്ള പേരിലേക്ക് എത്തുന്നത്. അത് രാത്രി ഒരു 3 മണി സമയത്താണ് പൊന്മാൻ എന്നുള്ള പേര് കിട്ടുന്നത്. അത് ഇന്ദുവോ ചേട്ടനും ബേസിലും കൂടെ ചാറ്റ് ചെയ്ത സമയത്താണ് അവർ തമ്മിൽ സംസാരിച്ചത്. ആ പേര് ഫിക്സ് ചെയ്ത ബേസിലാണ് പൊന്മാൻ. എന്നെ രാത്രി 3 മണി വിളിച്ചേട്ടാ നല്ല പേര് പൊന്മാൻ നല്ല പേരല്ലേ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഞങ്ങളെല്ലാവരും തീരുമാനിച്ചിട്ടാണ് പൊന്മാനിലേക്ക് എത്തുന്നത്. ഓക്കെ റൈറ്റ്. ഈ ഇപ്പോൾ ഒരു സിനിമയുടെ പ്രൊമോഷനൊക്കെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ക്രിസ്റ്റഫർ നോളാൻ്റെ ഒരു ഉദാഹരണം ഈ അടുത്ത് കേട്ടതാണ്. അപ്പോൾ ക്രിസ്റ്റഫർ നോളൻ എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ കമ്പനീനോടൊക്കെ ഒരു പ്രത്യേക തുക പ്രൊമോഷന് വേണ്ടി തന്നെ മാറ്റി വെക്കണം. അതേപോലെ അഭിനേതാക്കളോടും സ്റ്റുഡിയോനോടും ആവശ്യപ്പെടും. എനിക്ക് തോന്നുന്നു $100 മില്യൺ എത്രയോ മാറ്റി വെക്കണം പ്രൊഡക്ഷൻ, അതായത് പ്രൊമോഷന് വേണ്ടി മാത്രം. അപ്പോൾ പ്രീ റിലീസാണെങ്കിലും റിലീസിന് ശേഷമുള്ള പോസ്റ്റ് റിലീസ് ഇൻ്റർവ്യൂസിനൊക്കെ. അപ്പോൾ അവർ ക്രിസ്റ്റഫർ നോളൻ ഒരു സിനിമ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അതിന് ഓട്ടോമാറ്റിക്കലി ഹൈപ്പ് വരും, പ്രൊമോഷൻ്റെ ആവശ്യമില്ല. പക്ഷെ എന്നിരുന്നാലും മൂപ്പർ അത്രയും പ്രൊമോഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഈ പൊന്മാൻ്റെ കാര്യത്തിൽ വരുമ്പോൾ മികച്ച അഭിപ്രായം കിട്ടിയിട്ട് സക്സസ്ഫുൾ ആയിട്ട് ഓടുന്നുണ്ട്. പക്ഷെ അതേസമയം ഈ റിലീസിന് മുന്നേ ഒരു അത്രയൊരു ഹൈപ്പ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചെറിയൊരു സംശയമുണ്ട്. അതായത് ആൾക്കാരുടെ ഇടയിൽ വലിയൊരു പ്രൊമോഷനോ അത്തരത്തിലുള്ള വലിയൊരു സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ആദ്യത്തെ ദിവസം തന്നെ ഫസ്റ്റ് ഷോ കഴിഞ്ഞ ഉടനെ തന്നെ മികച്ച റിവ്യൂ വന്ന് അന്ന് രാത്രി തന്നെ ഷോസ് എല്ലാം ഫുള്ളാവുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സിനിമയ്ക്ക് ഒരു പോസിറ്റീവ് വേർഡ് ഓഫ് മൗത്ത് ഉണ്ടാവും എന്നുള്ള കാര്യത്തിലൊരു കോൺഫിഡൻസ് ആയിരുന്നോ അതോ ഈ പ്രൊമോഷൻ്റെ കാര്യത്തിൽ ആ ഒരു ഇത് വരാനുണ്ടായിരുന്ന കാരണം അതോ? അല്ല, അത് നമ്മൾ ഈ സിനിമ ജനം കണ്ട് പുറത്ത് പറഞ്ഞറിയേണ്ട പടമാണെന്നുള്ള ധാരണ നമുക്കുണ്ടായിരുന്നു. 2, നമ്മളൊരു പ്രൊഡക്റ്റ് ഒരു കലാസൃഷ്ടി ചെയ്യുമ്പോൾ അത് എക്സിബിറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തമുണ്ട്. എക്സിബിഷൻ ഉണ്ടാകുന്ന ചില പ്രൊമോഷൻ എന്ന് പറയും, നമ്മളത് പ്രൊമോട്ട് അറിയിക്കണം ജനത്തിന്. അപ്പോൾ അത് നമ്മൾ ഈ പടത്തിൽ ഒരു മലയാള സിനിമയിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു ബഡ്ജറ്റ് ഉണ്ട് അതിന്. അപ്പം അതിൻ്റെ മേളിൽ ഈ സിനിമയ്ക്ക് ശരിക്കും ബഡ്ജറ്റ് മുടക്കി തന്നെയാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ ഐത്ത് വിനായക ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ എത്തുന്ന സമയത്ത് നമുക്ക് ഇത് ഒരു 2 മാസം തൊട്ടോ നമ്മൾ ഈ സിനിമ തുടങ്ങുമ്പോൾ തൊട്ടല്ല പൊന്മാൻ ഉണ്ടാകുന്നത്. അപ്പോൾ അവിടം തൊട്ടേ നമുക്ക് പ്രൊമോഷൻ കിട്ടും. ഇത് പൊന്മാൻ സിനിമ നമ്മൾ റിലീസ് 6-ാം തീയതി തീരുമാനിക്കുന്നതിന് കുറച്ച് ടൈം മുമ്പ് 10-20 ദിവസം ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ മുമ്പിൽ. 20 ദിവസത്തെ പ്രൊമോഷനാണ്. അത് കഴിഞ്ഞ് പൊന്മാൻ നമ്മൾ ആദ്യം അല്ലെങ്കിൽ പൊന്മാൻ ഷൂട്ടിങ് തുടങ്ങി, പൊന്മാൻ ഷൂട്ടിങ് പാക്കപ്പായി എന്നും പറഞ്ഞിങ്ങനെ പരസ്യം വന്നത്. അതില്ല, നമ്മൾ ഷൂട്ടിന് റിലീസിന് 20 ദിവസം മുമ്പാണ് ഇതിൻ്റെ പേര് തന്നെ നമ്മൾ അതിൽ നിന്നാണ് പിന്നെ പ്രൊമോഷൻ പോകുന്നത്. ആ പ്രൊമോഷൻ ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. ആദ്യമൊക്കെ കുറച്ച് പങ്കുണ്ടെന്ന് പറഞ്ഞാലും സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. അത് ആരുടെയും നമ്മൾ അതിന് പൈസ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഫണ്ട് കണ്ടുവച്ചിരുന്നു, ആ പൈസ ഇൻവെസ്റ്റ് ചെയ്തു. ശരിക്കും ഇത് ഒരാൾ പറഞ്ഞ് വേറൊരാൾ അറിഞ്ഞ് പൊന്മാൻ കാണുകയുള്ളൂ എന്നുള്ള ധാരണ എനിക്ക് കൃത്യമായിട്ടുണ്ടായിരുന്നു. ഓക്കെ.
നമ്മളല്ലാതെ ഒരു നമ്മൾ മോശമായ ഒരു പബ്ലിസിറ്റിയിലേക്കും പോയിട്ടില്ല. നമ്മൾ ഇഞ്ചെക്ട് ചെയ്തിട്ട് ഇത് കാണണം അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മൾ ജെന്യുവിനായിട്ടുള്ള പ്രോസസ്സിങ് ആയിരുന്നു. പത്രം അടിക്കുക, പിന്നെ നമ്മൾ അനൗൺസ്മെൻറ്റ് ചെയ്യുക, ഓരോ മുക്കിന് അനൗൺസ്മെൻറ്റ് ചെയ്യുക, ടി വിയിൽ പരസ്യം കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഫ്ലെക്സ് ഇത് വെക്കുക, പിന്നെ പോസ്റ്ററാണ് ഇതിൻ്റെ കൂടുതൽ. അങ്ങനെയുള്ള പബ്ലിസിറ്റികൾ ധാരാളമായി നടന്നു. പിന്നെ എന്താ പറയുക, പബ്ലിസിറ്റിക്ക് വേണ്ടി അങ്ങനെ ഇതൊരു നമ്മൾ വേറെ എന്തോ സാധനം കാണിച്ചിട്ട് ജനം വന്ന് കണ്ട അങ്ങനെ സംഭവം നമ്മൾ ചെയ്തില്ല. നമ്മൾ ജെന്യുവിനായിട്ടുള്ള പബ്ലിസിറ്റിയാണ് ചെയ്തത്. നല്ല മാന്യമായ ഒരു തുക അതിന് വേണ്ടി ചിലവഴിക്കുക തന്നെ ചെയ്തു. റൈറ്റ്. ഇപ്പോൾ ബേസിലിൻ്റെ കഥാപാത്രത്തെ പറ്റി സംസാരിക്കും. ഇപ്പോൾ പി അജേഷ് എന്നുള്ള കഥാപാത്രം, ഇപ്പോൾ ബേസിൽ ആസ് ആൻ ആക്ടറിനെ തന്നെ റീഡിഫൈൻ ചെയ്യുന്ന ഒരു കഥാപാത്രമാണ്. കാരണം ബേസിൽ ഇതുവരെ ചെയ്തതിൽ നിന്ന് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള അധികം കോമഡിക് സംഭവങ്ങളൊന്നും ഇല്ലാത്ത പക്ഷേ അത് ആവശ്യത്തിനുള്ള ഒരു കഥാപാത്രം കൂടിയാണ്. അപ്പോൾ ബേസിലേക്ക് ഈ ഒരു ക്യാരക്ടറിനെ പ്ലേസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടറായിട്ട് ബേസിലിനെ ആലോചിക്കുമ്പോൾ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു ഫഹദിനെ ആണ് കൺസിഡർ ചെയ്തുകൊണ്ട് ബേസിൽ എവിടെയോ പറഞ്ഞു എന്നുള്ളത് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ബേസിലേക്ക് എത്തുമ്പോൾ ബേസിൻ്റെ ഏതൊരു ട്രെയ്റ്റ്സ് അല്ലെങ്കിൽ ഏതൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇതിന് സൂട്ട് ആവുക എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ബേസിൽ വന്നതോടുകൂടെ ഇതിന് ഉണ്ടായിട്ടുള്ള പുതിയ മാനങ്ങളൊക്കെ എന്താണ്? നമ്മൾ ഈ കഥ ആദ്യം എൻ്റെ എഴുതുമ്പോൾ അതായത് ഈ ഒരു കഥ എൻ്റെ ജീവിത അനുഭവമാണ്. റൈറ്റ്. അതിൻ്റെ അനുഭവം എന്നോട് പറയുകയും ചേട്ടൻ അതിൽ നിന്ന് എഴുതിയ ഒരു പുസ്തകമാണ് 4 ചെറുപ്പക്കാർ. അതിൽ ചെറിയ അനുഭവമായിരുന്നു. ഈ പി അജേഷിനായിട്ട് ഞങ്ങൾ സ്വർണ്ണം മേടിക്കാൻ പോകുന്ന ചെറിയൊരു സീക്വൻസ് ആയിരുന്നു അത്. പുള്ളി അത് കഥ എഴുതി വന്നപ്പോൾ പി അജേഷിനെ അതിൽ നിന്നെടുത്ത്, അങ്ങനെ ഒരാളിപ്പോൾ കൊല്ലത്തുണ്ടോ എന്ന് നമ്മൾ ചോദിക്കുന്നുണ്ട്, എടുത്ത് എൻ്റെ അതിൽ നിന്നൊരു ട്രാവലായിരുന്നു പുള്ളി അതിൽ ചെയ്തത്. വേറെ ഒരു ട്രാവൽ. ആ ട്രാവല് കഥയായി വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ അന്ന് ഞാൻ ഫഹദിൻ്റെ കൂടെ ഫഫയുടെ കൂടെ വർക്ക് ചെയ്യാണ്. മലയം കുഞ്ഞ് സിനിമ, നമ്മൾ ഒരുപാട് സിനിമകൾ ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കഥ വന്നപ്പോൾ ആദ്യം നമ്മൾ സമീപിച്ചത് ഭഗതിനാണ്. ഫസ്റ്റ് ആദ്യത്തെ ഒരു റീഡിങ്ങിൽ തന്നെ അദ്ദേഹം ഇഷ്ടപ്പെട്ടു, അദ്ദേഹം ചെയ്യാൻ തയ്യാറായിരുന്നു. അങ്ങനെ പ്രൊഡക്ഷൻ ആയതാണ്. പിന്നെ നമുക്ക് കോവിഡ് വന്നു, അതിൻ്റെ തിരക്കായി, മലയും കുഞ്ഞ് നീണ്ടുപോയി, അടുത്ത പ്രോജക്റ്റുകളായി. അപ്പം നമുക്ക് സ്വാഭാവികമായും ഞാനും വേറെ തിരക്കുകളിൽ പോയി, സിനിമ നീണ്ടുപോയി. അപ്പം അദ്ദേഹത്തിന് കമ്മിറ്റ് ചില സിനിമകൾ തീരാത്തതുകൊണ്ട് മുന്നോട്ട് സമയം പോകും എന്നുള്ളത് കൊണ്ട് പുള്ളി തന്നെ നമ്മളോട് പറഞ്ഞു, നിങ്ങൾ വേറൊരു ഓപ്ഷൻ നോക്ക്, എൻ്റെ സമയം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞപ്പം നമ്മൾ അടുത്ത ഓപ്ഷൻ എന്ന നിലയിലാണ് ബേസിലേക്ക് എത്തിയത്. പക്ഷേ ബേസിലായിരുന്നു നല്ലതെന്ന് പൊന്മാൻ കാണുമ്പോൾ മനസ്സിലാവും. ബേസിലായിരുന്നു നല്ലത്. കാരണം ചെറിയൊരു മനുഷ്യൻ വലിയൊരു മനുഷ്യനോട് മത്സരിക്കുന്നത് ചിലപ്പം ഫഹദ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കത്തില്ല ഈ സിനിമ, ഇപ്പോഴത്തെ പൊന്മാനായിരിക്കത്തില്ല. അപ്പോൾ അത് ഈ സിനിമ കണ്ടപ്പോൾ അങ്ങനെ ഒരു പൊന്മാനെ കണ്ടാൽ അറിയത്തില്ല, അതാണോ ഇതാണോ നമുക്കറിയില്ല. പക്ഷെ എന്തായാലും ഈ സിനിമ ഇത്രയും മനോഹരമായതിൻ്റെ പിന്നിൽ ബേസിൽ പൊന്മാനായി, ബേസിൽ വന്നപ്പോഴാണല്ലോ സിനിമ ഓടാകുന്നത്. ശരിയാണ്. അവ പൊന്മാനായി വന്നതാണ് ഈ സിനിമയുടെ ഒരു ഐശ്വര്യം എന്ന് എനിക്ക് തോന്നുന്നത്. ബേസിലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കുറച്ച് മിനിമം ഗ്യാരണ്ടിയുള്ള നടനായിട്ട് എല്ലാവരും. അതെ. അത് കഴിഞ്ഞ വർഷത്തെ പിന്നെ മലയാള സിനിമാ വ്യവസായത്തിലെ ഒരു വലിയ ഘടകമല്ലേ ബേസിൽ ഉള്ള സിനിമകളൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്. അതുപോലെ പൊന്മാനും കണ്ടു. സാധാരണ ബേസിൽ ഒരു തമാശ നടനല്ല ബേസിൽ. ശരിയാണ്. ബേസിൽ നല്ലൊരു നടനാണെന്നുള്ളത് ബേസിൽ തെളിയിച്ച പടമാണ് പൊന്മാൻ. അതുപോലെ ബേസിൽ മാത്രമല്ല എല്ലാവരും, സജിനും മോളും അതിൽ വന്നിട്ടുള്ള സന്ധ്യാരായന്ദനും ദീപക് പരമ്പോളും പിന്നെ ആനന്ദ് മന്മഥനും പിന്നെ താഴേക്കുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. എല്ലാവരും അവരവരുടെ കഴിവുകൾ തെളിയിച്ച് മലയാള സിനിമയുടെ ഒരു ഭാഗമായി എടുത്തു പറയുന്നൊരു കഥാപാത്രം അവർക്ക് പറയാനുണ്ട്. പൊന്മാനിലെ കഥാപാത്രം പറയാൻ പറ്റും. അതാണ്. ഇപ്പോൾ അഭിനേതാക്കളുടെ കാര്യം പറയുമ്പോൾ ഇതിൻ്റെ കാസ്റ്റിംഗ് ഒരു പ്രധാന ഘടകമാണ്. അതായത് ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ക്യാരക്ടേഴ്സും വന്നു പോയവരും, ചെറിയ ടൈമുള്ളവരും വലിയ ടൈമുള്ളവരും എല്ലാവരും മികച്ച പ്രകടനമാണ്. അതിലിപ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞ പോലെ സജിൻ ഗോപിയുടെ ക്യാരക്ടർ, ലിജോ മോളുടെ ക്യാരക്ടർ, അതേപോലെ ആനന്ദ് മന്മഥൻ്റെ ക്യാരക്ടർ, ഇപ്പോൾ ഇവരുടെയൊക്കെ കാസ്റ്റിംഗ് എങ്ങനെയായിരുന്നു എന്നുള്ളത്, എങ്ങനെയാണ് ഇവരെ ചൂസ് ചെയ്തത്, മാത്രമല്ല ഇവരും ഈ ബേസിലിനെ കൊണ്ട് പറഞ്ഞ പോലെ ഇവർ വരുമ്പോൾ ഉണ്ടായ മാനങ്ങൾ എന്തൊക്കെയാണ്. മാത്രമല്ല ഇപ്പോൾ ഈ സജിൻ ഗോപിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ ഇപ്പോൾ റീസെൻ്റ്ലി സീരിയസ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ അംബാനൊക്കെ ക്യാരക്ടർ മറ്റേ അംബാനല്ല, മരിയാനോ അല്ല, സജിൻ. ഭയങ്കര സിനിമ കണ്ടു, ഗംഭീര സിനിമ. അതെ. അപ്പോൾ മൂപ്പര് അങ്ങനെ ഒരാളും ഇതിൽ പക്ഷേ ഔട്ട് ആൻഡ് ഔട്ട് ഭയങ്കര സീരിയസ് ആയിട്ട് ഒരു വില്ലൻ ക്യാരക്ടർ പോലെ ചെയ്യുമ്പോൾ അതൊക്കെ കൊണ്ടുവരുന്ന ഒരു ഡിഫറൻസും ആ ഒരു മാനങ്ങളെ പറ്റിയിട്ടും അപ്പോൾ അത് നമ്മൾ ഈ പൊന്മാൻ എന്നുള്ള കഥ 4 ചെറുപ്പക്കാർ കഥ കിട്ടി. നമ്മൾ പൊന്മാൻ എന്നുള്ള സിനിമയ്ക്ക് ട്രാവൽ ചെയ്ത് ബേസിൽ വന്നപ്പോൾ സിനിമ ഓണായി. മലയാള സിനിമ നമ്മൾ പൊന്മാൻ തുടങ്ങുകയാണ്. അവിടെ നിന്നാണ്. അതിന് മുമ്പ് ഞാനും GR എന്തോൻ സാർ ചേട്ടനും സാനു ജോൺ പറയും സിനിമാറ്റോഗ്രാഫർ, ഞങ്ങൾ 5 വർഷമായിട്ട് ഈ സിനിമയുടെ കൂടുതലുള്ള ആൾക്കാരാണ്. ഞങ്ങൾ ട്രാവൽ ചെയ്തു. അത് 4 ചെറുപ്പക്കാരായി. അത് പൊന്മാൻ സിനിമയിലേക്ക് എത്തി. അത് ബേസിലെത്തിയ പൊന്മാൻ സിനിമയായി. അവിടുന്ന് ഇത് രഞ്ജിത്ത് കരുണാകരൻ
ഒരു പ്രൊഡക്ഷൻ അതായത് നമുക്ക് തരുന്നതാണ് ഐത്ത് വിനായക. അങ്ങനെ ഐത്ത് വിനായക പ്രൊഡക്ഷൻ വന്നപ്പോഴത്തേക്കും നമ്മൾ സിനിമ സെറ്റായി. ബേസിലുണ്ട് ഇനി ബാക്കി ആൾ വേണം. ഇനി അടുത്തത് മരിയാന വേണം, സ്റ്റെഫി വേണം. അപ്പം പിന്നെ ഈ 2 കഥാപാത്രങ്ങളിലേക്കുള്ള യാത്രയായിരുന്നു നമ്മുടെ. അങ്ങനെ മരിയാനോ സജിൻ ഗോപുവിനെ പറ്റി പറയുന്നത് അതിൻ്റെ പ്രൊഡ്യൂസർ ആയ ശരത്ത് വിനായകയാണ് പറയുന്നത്. ഇങ്ങനെ സജിൻ എന്ന് പറയുന്ന നടനുണ്ട്, പുള്ളി ഇപ്പം മറ്റേ ഇത് ആവേശത്തിൽ ഭയങ്കര രസമുള്ളൊരു വേഷം ചെയ്തിട്ടുണ്ട്, ഒന്ന് പോയി കണ്ടു നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ പ്രൊഡക്ഷൻ പ്രോജക്ട് ഡിസൈനർ രഞ്ജിത്ത് കർണാവിനോട് പോവുകയാണ് എറണാകുളത്ത്. വൈകിട്ട് 5 മണിക്ക് 4 മണിക്ക് തിരിക്കുന്നു. ഞങ്ങളൊരു 7:30-8 മണിക്ക് കൊച്ചിയിലെത്തുന്നു, കൊല്ലത്തുനിന്ന്. പുള്ളിയോട് വന്ന് ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് കഥ പറയുന്നു. പറഞ്ഞ് തീർന്നപ്പോൾ തന്നെ പുള്ളി അതിൽ ഓണായി. പുള്ളി എന്നോട് ചോദിച്ചത്, ഈ വള്ളം തുഴയാൻ പഠിക്കണമല്ലോ അല്ലേ ചേട്ടാ, ഇച്ചിരി തടി വെക്കണമല്ലോ. ഈ 2 കാര്യം പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ മരിയാനെ ഫിക്സ് ചെയ്തു. അവിടുന്ന് ഞങ്ങൾ അന്ന് രാത്രി തന്നെ തിരിച്ച് കൊല്ലത്തെത്തി. രാവിലെ ലിജോ മോള് വരുന്നു. ലിജോ മോള് വന്നു, കണ്ടു, ലിജോയോട് കഥ പറഞ്ഞു. അത് 1.5 മണിക്കൂർ എടുത്തു. അത് പറഞ്ഞ് പുള്ളിക്കരിച്ച് വെള്ളം കുടിച്ച് ഞാനത് ഒഴിവാക്കി വിടുമോ. പക്ഷേ അവർ ഏറ്റു. അപ്പം തന്നെ ഒരു 10 മിനിറ്റിനുള്ളിൽ അവരും സ്റ്റെഫിയായി സിനിമയിൽ വന്ന്. ആനന്ദിനെ നമ്മൾ കാസ്റ്റ് ചെയ്യുന്നത് ആനന്ദ് മന്മഥൻ, ബ്രൂണോ വരുന്നത് നമ്മുടെ ഇതിലൂടെയാണ്. നമ്മുടെ ജയ ഹോ സിനിമ കണ്ടിട്ട് അതിലൊരു റിയാക്ഷൻ ഉണ്ട് പുള്ളിയുടെ. ഈ തള്ള അടിയെ കൊടുത്തിട്ട് പറയുമല്ലോ, നിങ്ങളാണ് നിങ്ങളുടെ ഭർത്താവിനെ തല്ലുമെന്ന് മറ്റേ അമ്മ ചോദിക്കുമ്പം ബാക്കി അനിയൻ്റെ ഒരു റിയാക്ഷൻ ഉണ്ട്. അത് കണ്ടിട്ട് ഞാൻ ഫിക്സ് ചെയ്തതാണ് അദ്ദേഹത്തെ. പിന്നെ അങ്ങനെ സന്ധ്യരായത് കഥ എഴുതുന്ന കാലത്ത് സന്ധ്യേച്ചി എനിക്ക് അടുത്ത് പരിചയമുള്ളതാണ്. ഞാൻ അവരുടെ സീരിയലിൽ വർക്ക് ചെയ്തിട്ടുള്ളത് കോളേജ് പഠിക്കുന്ന കാലത്ത്. അപ്പം എനിക്ക് പരീക്ഷയ്ക്കൊക്കെ പോകാൻ പൈസ തന്നിട്ടുള്ളത് സന്ധ്യേച്ചിയാണ്, ഫൈനൽ എക്സാമിന്. ആ ബന്ധമുണ്ട്. അപ്പം ഞാൻ ആക്നസ് ആയപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു ഇത് സന്ധ്യരായൻ തന്നെ ചെയ്യേണ്ടത്. അത് സിനിമ ഷൂട്ട് തുടങ്ങുമ്പോൾ എല്ലാം അത് തന്നെയാണ് തീരുമാനം. അങ്ങനെയാണ് സന്ധ്യേച്ചി ഈ സിനിമയിൽ വരുന്നത്. ഇപ്പോൾ GR ഇന്ദുഗോപൻ എഴുതിയ 4-5 ചെറുപ്പക്കാർ എന്നുള്ള ബുക്ക് അതൊരു പേഴ്സണൽ എക്സ്പീരിയൻസും കൂടെയാണെന്ന് പറയുന്നത്. അപ്പോൾ മൂപ്പർ തന്നെയാണ് ഇതിൻ്റെ ഒരു കോ റൈറ്ററും കൂടെ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കഥ ഇപ്പോൾ സിനിമാറ്റിക്കലി ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ അതിപ്പോൾ ഈ പേഴ്സണൽ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെയാണ് അതൊരു സിനിമയായിട്ട് പറയണമെന്ന് വന്നത്. അത് മാത്രമല്ല ഈ പുസ്തകം വായിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സീൻ വായിക്കുമ്പോൾ ഇത് സിനിമാറ്റിക്കലി ചെയ്താൽ ഗംഭീരമായിരിക്കും, നല്ലൊരു സ്കോപ്പ് ഉണ്ട്, അങ്ങനത്തെ ഏതെങ്കിലും സിനാരിയോസോ ഉണ്ടായിരുന്നോ? അല്ല, 4 ചെറുപ്പക്കാർ ഇപ്പം ഞാനൊരു സിനിമ ചെയ്യാനുള്ളൊരു കഥയ്ക്ക് വേണ്ടിയാണ് എന്നെ സമീപിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ ഞങ്ങളുടെ കൊല്ലത്ത് ഒരു മോന്തായം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ഞങ്ങൾ കൂട്ടുകാരിലൂടെ കൂടിയുള്ള ഒരു മോന്തായം. എല്ലാ കലാകാരന്മാരാണ്, അവരെല്ലാം ഓരോ വഴിയിലൊക്കെ ഇപ്പോഴും നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ നടന്ന കാലത്തെ ഒരു അനുഭവമുണ്ട് ചേട്ടാ, കുറച്ച് അനുഭവം, ഒന്നല്ല 1000 അനുഭവങ്ങളുണ്ട്. അതൊന്ന് കേൾക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അത് വെച്ചിട്ടൊരു സിനിമ നമുക്ക് ഉണ്ടാക്കിയാലോ എന്നായിരുന്നു ആദ്യത്തെ ആലോചന. അങ്ങനെ ആ ആലോചനയിൽ നിന്നാണ് ഒരു കഥ, ഇങ്ങനെ അനുഭവത്തിൽ നിന്ന് പുള്ളി എടുത്ത കഥയാണ് 4 ചെറുപ്പക്കാർ. അതാണ് നമ്മൾ പൊന്മാനിലേക്ക് കൊണ്ടുവന്നത്. ഈ നമ്മുടെ ജീവിതമാണല്ലോ നമ്മൾ സിനിമയാക്കുന്നത്. അപ്പം ആ ജീവിതം ചെയ്യാൻ ഭയങ്കര ആഗ്രഹം തോന്നി. അപ്പോൾ ആ ആഗ്രഹത്തിൻ്റെ പുറത്ത് എഴുതി വന്ന സാധനങ്ങൾ നമ്മളെടുത്ത് ഇപ്പം നമ്മളതിനകത്ത് സിനിമയിൽ പറയുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീൻ എന്ന് പറയുന്ന ലോഡ്ജിൽ അജേഷ് കൊടുക്കുന്ന മോട്ടിവേഷനാണ്. അത് സാധാരണക്കാരനായ ഒരു മനുഷ്യൻ പറയുന്ന ഒരു ജീവിതത്തെപ്പറ്റി, അവൻ്റെ കാഴ്ചകളെ പറ്റി സമൂഹത്തിന് കൊടുക്കുന്നൊരു മോട്ടിവേഷനാണ്. ഒരു ഫൈറ്റർ, PPJ ശരിക്കും ഫൈറ്ററാണ്. ആ മോട്ടിവേഷൻ്റെ പുറത്തേക്ക് വന്ന് വീഴുന്നത് ഒരാളുടെ അടിയാണ്. സാധാരണക്കാരൻ മിണ്ടരുത് എന്നാണ്. അതായിരിക്കാം അങ്ങനെയുള്ള ഒരുപാട് ലെയർ ഈ സിനിമയ്ക്കുണ്ട്. അതാണ് ഈ സിനിമ കാലങ്ങളോളം നിലനിൽക്കപ്പെടുന്നത്. അത് കണ്ട ആൾക്കാരല്ല ആരും, ഒരാൾ പോലും ഈ ഒരു എനിക്കിപ്പോൾ ഇഷ്ടപ്പെട്ട സീനാണ് ഞാൻ പറഞ്ഞു കേട്ടോ. അതുപോലെ ഓരോ സീനുകളും ഇപ്പം വേറൊരു ചേച്ചി എന്നെ വിളിച്ച് പറഞ്ഞത് പൊന്നി ചോദിക്കാൻ പോകുന്ന സീനുണ്ടല്ലോ, അവിടെ നിൻ്റെ കഴുത്തേ കിടക്കുന്ന മാലതാടി എന്ന് പറയുമ്പോൾ അത് ചെയ്യാത്ത സാധാരണപ്പെട്ട ഒരു സ്ത്രീകളും ഇല്ലെന്നാണ് പറഞ്ഞത്. നമ്മൾ 2 ദിവസത്തേക്ക് കടന്താന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരും ടച്ച് ചെയ്യുന്ന ഓരോ സീനുകളാണ്. അതാണ് പിന്നെ മോൻ ഉറങ്ങുമ്പോൾ അമ്മ ചവിട്ടിയിടുന്നത് എല്ലാ വീട്ടിലും നടക്കുന്നതെന്ന് പറഞ്ഞു. ഉത്തരവാദിത്തമില്ലാത്ത മോനുള്ള എല്ലാ വീട്ടിലും വിഷയം നടക്കുന്നതാണ്. അങ്ങനെ ഓരോരുത്തർക്കും നമുക്ക് ചുറ്റും നിൽക്കുന്ന മനുഷ്യരാണല്ലോ, നമ്മുടെ ചുറ്റും നിൽക്കുന്ന മനുഷ്യരെയാണ് നമ്മൾ കാണുന്നത്. അവിടെ PPJ ഞാൻ തന്നെയാണ്, നമ്മൾ തന്നെയാണ്. അതെ, ആ ഫൈറ്റ്. ഇപ്പം നമ്മളിപ്പോൾ രാവിലെ ഞാൻ ഇങ്ങോട്ട് വരുന്നതും ഈ ഫൈറ്റല്ലേ, അടുത്തടുത്ത് കടമ്പുകൾ കടന്നല്ലേ നമ്മൾ വരുന്നത്. അപ്പോൾ അത് ആ സീനാണ് എന്നെ ടച്ച് ചെയ്തത് ഒരു സിനിമയിൽ ഏറ്റവും. ഇപ്പം ഞാനും ഫസ്റ്റ് ഡേ തന്നെ കണ്ട സിനിമയാണ്. എല്ലാവർക്കും എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു വിഭാഗത്തിൽപ്പെട്ട, അതായത് റിലേറ്റീവ് ഫേസ്ബുക്കിലാണെങ്കിൽ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സിലൊക്കെ ആ ഒരു സീനിന് ഭയങ്കര പ്രശംസയാണ്. അതായത് ആ ഒരു മോണോലോഗും ആ ഒരു പെർഫോമൻസും ആ ഡയലോഗ് സീക്വൻസിനാണ് ഭയങ്കര കയ്യടി തിയേറ്ററിൽ ഉണ്ടായിട്ടുള്ളത്.
അപ്പോൾ ആ ഒരു സീനിനെ പറ്റി സംസാരിക്കുമ്പോൾ ഇപ്പോൾ തമിഴ് സിനിമയിലൊക്കെ പൊതുവേ ഉള്ളൊരു സംഭവം ഒരു വർക്കിംഗ് ക്ലാസ് ഹീറോ എന്നുള്ളൊരു ഇമേജ്, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ധനുഷിനൊക്കെ ഉള്ളതാണ്, ഈ തിരുച്ചിത്രം പോലെയുള്ള ക്യാരക്ടേഴ്സ്. അതിപ്പോൾ ശിവകാർത്തികേയനും ആ ഒരു ഇമേജ് വരുന്നുണ്ട്. നമ്മുടെ മലയാളത്തിലത്തെ യുവ ആക്ടേഴ്സിൽ വെച്ച് നോക്കുമ്പോൾ അപ്പോൾ അവർ ഇപ്പോൾ ടോവിനോനൊക്കെ 2018 നമുക്ക് അങ്ങനെ ഒരു ഭയങ്കര റിലേറ്റബിൾ ആയിട്ട് അടുത്തുള്ള ഒരാളെന്ന് തോന്നും. പക്ഷേ മറ്റു പല സിനിമയിലും ടോവിനോ ലാർജർ ദാൻ ലൈഫ് ആ ഒരു രീതിയിലേക്ക് പോകും. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വേറെ 2 ആക്ടേഴ്സ്, ഒന്ന് അർജുൻ അശോകനെ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്, ഭയങ്കര അടുത്ത് പരിചയമുള്ള ഒരാളെന്നുള്ള രീതിയിൽ. അതുപോലെ ബേസിൽ ജോസഫിന് പ്രത്യേകിച്ച് ഇതിലൊരു മാസ് എലിമെൻ്റ് പോലെയൊക്കെ കൊണ്ടുവരാൻ ആ ഒരു പെർഫോമൻസിൽ ബേസിലിന് പറ്റുന്നുണ്ട്. അപ്പോൾ അതേസമയം നമുക്ക് നമ്മുടെ റിയൽ ആയിട്ടുള്ള നമ്മുടെ തൊട്ട വീട്ടിൽ അല്ലെങ്കിൽ നമ്മൾ തന്നെയാണ് ബേസിലിൻ്റെ ക്യാരക്ടർ എന്നുള്ളൊരു സിറ്റുവേഷൻ വരുന്നത്. അപ്പം അത്തരത്തിലുള്ള ഒരു സംഭവം മനഃപൂർവ്വമായിട്ട് തന്നെ വന്നതാണോ? അപ്പോൾ ഈ ഒരു വർക്കിംഗ് ക്ലാസ് ഹീറോ എന്നുള്ള ഒരു ഇമേജിൽ ബേസിൽ ജോസഫിനെ അങ്ങനെ പ്ലേസ് ചെയ്യുക, അതിനെപ്പറ്റി അങ്ങനെ ഒരു രീതിയിൽ ആലോചിച്ചിട്ടുണ്ട്? അങ്ങനെ ഒരു രീതിയിൽ ആലോചിച്ചിട്ടില്ല. നമ്മൾ ഫോളോ ചെയ്ത കഥയാണ്. ആ കഥ എങ്ങനെ അജേഷിനെ എങ്ങനെ ആക്കാം എന്നുള്ളതാണ് നമ്മൾ ഫോളോ ചെയ്തത്. അത് നമുക്ക് ബേസിൽ നന്നായിട്ട് ചെയ്തു. പിന്നെ അതിൽ ബേസിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് പുള്ളിക്കാരൻ 3 സിനിമ സംവിധാനം ചെയ്ത് ഹിറ്റാക്കിയ മനുഷ്യനാണ്. അപ്പം പുള്ളിക്ക് അതിനെപ്പറ്റി ധാരണയുണ്ടല്ലോ, ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ പറയുമ്പോഴും പുള്ളി ഒരു ധാരണയുണ്ട്. അപ്പം അത് നമുക്ക് പെട്ടെന്ന് പുള്ളിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇങ്ങനെ ആയിരിക്കും ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് എന്ന് ഉദ്ദേശിക്കുന്നത് പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ്. അപ്പോൾ പുള്ളി അതിന് അടുത്തൊരു സാധനം തരും. അപ്പോൾ അത് നമുക്ക് നമ്മൾ ഷൂട്ട് ചെയ്ത് ഓക്കെ അല്ലെ ഡിസ്കസ് ചെയ്ത ശേഷം പിന്നെ വേറൊന്നും ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള ചർച്ചകളുണ്ടാവും. ചിലതൊക്കെ നമുക്ക് ആദ്യത്തെ ഷൂട്ടിൽ തന്നെ ഓക്കെ ആയിരിക്കും. അപ്പം പുള്ളി ആക്ടർ നിലയിലും ഒരു സംവിധായക നിലയിലും ഭയങ്കര ബ്രില്യൻ്റ് ആക്ടർ. അല്ല മനഃപൂർവ്വം നമ്മൾ അങ്ങനെ പ്ലേസ് ചെയ്തല്ല. നമുക്ക് കഥയ്ക്ക് വേണ്ടി നമ്മൾ എന്താ പറയുക, ഈ കഥയ്ക്ക് വേണ്ടി രീതിയിൽ പ്ലേസ് ചെയ്താൽ അങ്ങനെയാണ്. നമ്മൾ സിനിമയിലെ കഥാപാത്രങ്ങളെ പറ്റി പറയുമ്പോൾ ഇപ്പോൾ മരിയാനയുടെ കഥാപാത്രം തന്നെ എടുത്താൽ വില്ലനാണെങ്കിലും ഒരു പരുക്കൻ സ്വഭാവം ഗുണ്ടാ സ്വഭാവമൊക്കെ ഉള്ള ഒരാളാണെങ്കിലും കംപ്ലീറ്റ്ലി ഒരു നെഗറ്റീവ് ക്യാരക്ടറാണെന്ന് ചോദിച്ചാൽ നമുക്ക് ചില സമയത്ത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അതായത് ഈ എന്തിനാ സ്ത്രീധനം വാങ്ങണം എന്നുള്ളത്, അതായത് എൻ്റെ പെങ്ങളെ കെട്ടിച്ച കടം വീട്ടാനും അടുത്ത പെങ്ങളുടെ കല്യാണം നല്ല രീതിയിൽ നടത്താനും അങ്ങനെയാണ്. പക്ഷെ എന്നാലും വില്ലനാണ്, ചെയ്യുന്ന വില്ലത്തരങ്ങളെല്ലാം ഉണ്ട്, അതിലൊരു കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷെ എന്നാലും ഇങ്ങനൊരു എന്താ പറയുക ഒരു സാധാരണക്കാരൻ്റെ ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്നത്, അതിനെ സോൾവ് ചെയ്യാൻ മൂപ്പര് തിരഞ്ഞെടുത്തൊരു മാർഗ്ഗമായിട്ട് ഇതിനെ നമുക്ക് പരിഗണിക്കാവുന്നതാണ്. മാത്രമല്ല ബാക്കി എല്ലാ ക്യാരക്ടേഴ്സും, ഇപ്പോൾ ലിജോ മോളുടെ ക്യാരക്ടർ, ലിജോ മോളുടെ അമ്മയായിട്ട് അഭിനയിച്ച അവരുടെ ക്യാരക്ടറും ബ്രൂണോൻ്റെ ക്യാരക്ടർ എല്ലാം ഇപ്പോൾ ഒരു ചില സമയത്ത് നെഗറ്റീവായിട്ടുള്ള ട്രെയ്റ്റ്സ് ഒക്കെ പ്രകടിപ്പിക്കുന്ന ക്യാരക്ടറാണ്. പക്ഷെ പിന്നീട് ഒരു സമയത്ത് നമുക്ക് മനസ്സിലാവും അവർ എന്തുകൊണ്ടാണ് ഈ തരത്തിൽ ബിഹേവ് ചെയ്തതെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇതിലൊരു ചെറിയൊരു റിസ്ക് എലമെൻറ്റും കൂടി ഉണ്ടല്ലോ. ചിലപ്പോൾ ഓഡിയൻസ് ഇവരെ ടോട്ടലി നെഗറ്റീവായി എടുത്താലോ ഇവർ ഈ നെഗറ്റീവ് ക്യാരക്ടറായിട്ട് ഓഡിയൻസ് പെർസീവ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ അത്തരത്തിൽ ചലഞ്ചസ് ഉണ്ടാവും എന്ന് ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ മനുഷ്യരായിട്ട് തന്നെയാണ് നമ്മൾ പ്രസന്റ്. അല്ല ആ കഥയിലുള്ളത് ഇപ്പം ആരും വില്ലന്മാരല്ലല്ലോ. അതെ. അപ്പം അജേഷിൻ്റെ ആവശ്യം, സ്റ്റെഫിക്ക് സ്റ്റെഫിയുടെ ആവശ്യം, അമ്മയ്ക്ക് അമ്മയുടെ ആവശ്യം, മരിയാനയ്ക്ക് മരിയാനയുടെ ആവശ്യം, എല്ലാവർക്കും അവരുടെ ആവശ്യങ്ങളാണ് മുമ്പിൽ നിൽക്കുന്നത് ഈ പൊന്നുകൊണ്ട്. അപ്പോൾ ഇതിനകത്ത് മരിയാനോ നമ്മൾ ഒരു വില്ലനല്ലല്ലോ ശരിക്കും പറഞ്ഞാൽ. പക്ഷെ നമ്മൾ സിനിമയാകുമ്പോൾ അതിനകത്തൊരു ഒരു 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 വില്ല പരിവേഷം വരണം എന്നുള്ള പ്ലാനിലുണ്ടായിരുന്നു. ഒരു നായക പരിവേഷം വേണം എന്ന് അതൊക്കെ സിനിമയാക്കുമ്പോൾ നമ്മൾ ചെയ്യണം. അല്ലെങ്കിൽ നോവല് സിനിമയാക്കുമ്പോൾ ഉണ്ടാകേണ്ട പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിച്ചപ്പെടേണ്ടി വന്നേനെ. ഇപ്പം നോവൽ സിനിമയാക്കുമ്പം നോവലിൽ ഇങ്ങനല്ലോ മനുഷ്യന്മാരുടെ കഥയാണ് പറഞ്ഞിരിക്കുന്നത്. വില്ലൻ നായകൻ എന്നുള്ള സാധനത്തിലേക്ക് നമ്മൾ സിനിമാറ്റിക്കായിട്ട് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അത് പുസ്തകത്തിലുള്ളതെന്ന് പറഞ്ഞാൽ ആ കുത്തെന്ന് പറയുന്ന എലമെന്റ് പുസ്തകത്തിലില്ല. റൈറ്റ്, ഓക്കെ. അത് ജസ്റ്റിൻ ബർഗീസ് എന്ന് പറയുന്ന മറ്റേ ജസ്റ്റിൻ മാത്യു, ഇന്ദുവൻ ചേട്ടനോടുള്ള കോ-റൈറ്റർ, അവർ ജസ്റ്റിനാണ് അത് കൊണ്ടുവരുന്നത്. ഓക്കെ. സാക്ഷ അപ്പം ജസ്റ്റിൻ്റെ വരവ് രണ്ടുപേരോട് എഴുതാനുള്ള തീരുമാനം, സംഭാഷണം പുള്ളി ജി.ആർ. ഇന്ദുവൻ്റെ, കഥാ സംഭാഷണം പുള്ളി, തിരക്കഥ ഇവർ രണ്ടുപേരോടാണ്. അപ്പോൾ അതിനൊരു നമ്മളൊരു കഥ ഒരു നോവലെടുത്ത് സിനിമയാക്കുമ്പോൾ ഉണ്ടാകുന്ന ചില ഹൈകളുണ്ടല്ലോ, സിനിമയ്ക്ക് വേണ്ട ഹൈ. അതായത് അവിടെ കുത്തില്ലാതെ പുള്ളിയോട് പോയിട്ട് വരാനാണ് പറയുന്നത്. അവിടെ സിനിമ ഇരുന്ന് പോകും. അത് ശരിയാണ്. ആ സ്ട്രക്ചറിങ്ങിലാണ് നമ്മൾ പിന്നെ ഹൈയിലേക്കല്ലേ നമ്മൾ പോകുന്നത്. അതെ, വളരെ. അപ്പോൾ അത് ജസ്റ്റിൻ്റെ സജഷനാണത്. അപ്പം അങ്ങനൊരു കൂട്ടായ്മയാണ് നമ്മുടെ സിനിമയെ വിജയിപ്പിച്ചത്. അപ്പം കൊമേഴ്സ്യൽ കാണുമ്പോൾ സിനിമ കൊള്ളാം, എന്നാൽ രാഷ്ട്രീയമുണ്ട്, മെസ്സേജ് ഉണ്ട്, പെർഫോമൻസ് ഉണ്ടോ അതുണ്ട്, ലൊക്കേഷൻ ഉണ്ടോ അതുണ്ട്, എന്ത് നോക്കിയാലും പൊന്മാനിലുണ്ട്. അതിന് കാരണം ഈ കൂട്ടായ്മയാണ്. പിന്നെ നമ്മുടെ കൂടെ ജോലി ചെയ്ത ആൾക്കാർ, എല്ലാ തരത്തിലും എല്ലാ മേഖലയിലും ജോലി ചെയ്ത ആൾക്കാർ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പടമാണ് പൊന്മാൻ. അതിന് ക്രെഡിറ്റ് അവർക്കും കൂടെ ഉള്ള, എനിക്ക് മാത്രമുള്ള അല്ല. അതിൽ പണിയെടുത്ത ആൾക്കാരും അതിൽ അഭിനയിച്ചവരും എല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ട സിനിമയാണ് പൊന്മാൻ. ഇപ്പോൾ കൊല്ലത്താണ് കഥ നടക്കുന്നത്, പുസ്തകത്തിലും കൊല്ലത്ത് തന്നെയാണ് കഥ നടക്കുന്നത്.
ഈ കൊല്ലത്ത് കഥ പ്ലേസ് ചെയ്യുമ്പോൾ കിട്ടിയിട്ടുണ്ടായിട്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം. അപ്പോൾ അതിനൊപ്പം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കായലും ഈ ചെമ്മീൻ കൃഷിയും അതൊക്കെ കാണിക്കുമ്പോഴും ഇപ്പോൾ നമ്മൾ പൊതുവെ ഇപ്പോൾ കുമ്പളങ്ങി നൈറ്റ്സ് ഒക്കെ പറയുമ്പോൾ നമ്മൾ ഈ കായലും പച്ചപ്പും ഹരിതാഭയൊക്കെ വരുമ്പോൾ നല്ല ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഗംഭീര ഷോട്ടുകളൊക്കെ വെച്ച് ആ രീതിയിലൊക്കെ ഒരു കൺസീവ് ചെയ്ത സിനിമ. പക്ഷേ ഇത് അത്യാവശ്യം റോ ആയിട്ട് റിയൽ ആയിട്ട് എങ്ങനെയാണോ അങ്ങനെ തന്നെ കാണിച്ചാലും പക്ഷെ അതിന് അതിൻ്റെതായ ഒരു ബ്യൂട്ടി കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ള ഒരു സിനിമയാണ് അത്. അപ്പോൾ കൊല്ലത്തെ പ്ലേസ് ചെയ്യുമ്പോൾ കിട്ടിയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജസും കൊല്ലം എന്ന് പറയുമ്പോൾ ഞാൻ പറയും കൊല്ലത്ത് നടന്നൊരു അനുഭവമാണല്ലോ തോന്നുന്നത്. പിന്നെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വൈകാരികമായ സ്ഥലം കൊല്ലമാണ്. കാരണം എൻ്റെ കൗമാരപ്രായം ഞാൻ ചിലവഴിച്ച കൊല്ലത്താണ്. ഇപ്പോൾ ഓരോ മാസങ്ങളിൽ ഓരോ ദിവസമെങ്കിലും ഞാൻ ഇടപെടുന്ന സ്ഥലം കൊല്ലമാണ്. എന്നെ ഏറ്റവും കൂടുതൽ സൗഹൃദങ്ങളുള്ളത് കൊല്ലത്താണ്. അപ്പം കൊല്ലത്ത് നടന്നൊരു അനുഭവം കൊല്ലത്തുകാരനായ GR ഇന്ദുഗോപൻ എഴുതണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ചേട്ടനെ ഞാൻ ഇതിലേക്ക് വലിച്ചിട്ടത്. ഈ കാര്യത്തിൽ ഞാൻ ചെറിയ PP അജേഷ പിടിച്ച പിടിയാൻ വിടൂല. ചേട്ടനെ കൊണ്ട് എഴുതിച്ച 3 വർഷം എടുത്തു ചേട്ടനെ കൊണ്ട് ആ കഥ എഴുതാൻ. അങ്ങനെ കഥ എഴുതി കിട്ടിയ ശേഷം ഞാൻ ആദ്യം കാണാൻ പോകുന്നത് അതിൻ്റെ ക്യാമറ സാനു ജോൺ വർഗീസിനെയാണ്. അന്ന് സാനുജൻ കോവിഡൊക്കെ ആയിട്ട് നാട്ടിൽ, പുള്ളി ബോംബെയിൽ ഇന്ത്യ അറിയപ്പെടുന്ന ഒരു സിനിമാറ്റോഗ്രാഫറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ കഥയൊന്ന് വായിക്കൂ, ഇഷ്ടപ്പെട്ട സിനിമ ഇത്. പുള്ളിയുടെ എനിക്ക് പരിചയമുണ്ട്, കാരണം ഞാൻ ആർക്കറിയാം സിനിമയൊക്കെ പുള്ളിയുടെ കലാസംവിധാനം വർക്ക് ചെയ്ത പുള്ളി ഡയറക്റ്റ് ചെയ്തു. അങ്ങനെ പുള്ളി കൂടെ ഇത് സിനിമയുടെ ഭാഗമായി ജോയിൻ ചെയ്തു. അങ്ങനെ ആ ട്രാവൽ പിന്നെ 5 വർഷമായിട്ട് തുടരുകയാണ്. ആ തുടരുമ്പോൾ നമ്മളിത് കൊല്ലത്ത് തന്നെ ഷൂട്ട് ചെയ്യണം എന്നുള്ളത് തീരുമാനിച്ചു ഞങ്ങൾ. കാരണം നമുക്ക് ഏറ്റവും വൈകാരികമായ മുഹൂർത്തമുള്ള സ്ഥലം കൊല്ലമാണ്. അപ്പോൾ കൊല്ലത്ത് കടപ്പുറത്ത് താന്നിയിലും മൺട്രോത്തുരുത്ത് വലിയ ദൂരമില്ല ഈ കൊല്ലത്ത് നിന്ന് കടലും കായലുമായിട്ട്. അപ്പോൾ കടപ്പുറത്തുനിന്ന് കെട്ടിക്കൊണ്ട് പെണ്ണിനെ കായൽക്കരയിലേക്ക് കൊണ്ടുപോകാണ്. അപ്പോൾ അത് മൺട്രോത്തുരുത്ത് വേണമെന്ന് നമ്മൾ തീരുമാനിച്ചത് മൺട്രോത്തുരുത്തിൻ്റെ ഭംഗി കണ്ടിട്ടല്ല, ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ്. ആ ഭംഗിയിലേക്കുള്ള ഷോട്ടുകളിലേക്ക് നമുക്ക് സിനിമ പോകാനുള്ള സ്പേസ് നമുക്കില്ല. നമ്മുടെ സിനിമ ട്രാവൽ ചെയ്യുന്ന ഇമോഷനിലൂടെ. അപ്പോൾ നമ്മളാ ഭംഗി കാണിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് നിൽക്കേണ്ട പടമാണ് ഇത്. പൊന്നെന്ന് പറയുന്നത് അടുത്ത് നിൽക്കുന്ന വസ്തുവാണല്ലോ. അപ്പം നമ്മൾ ഭംഗിയിലേക്ക് ഉപരി ഈ കഥാപാത്രങ്ങളുടെ ഇമോഷനിലേക്ക് അടുത്തു. അതുകൊണ്ടാണ് വലിയ ഭംഗി കാണിക്കാൻ. പക്ഷേ എന്നാലും ഉള്ള ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചിട്ട് മൺട്രോത്തുരുത്ത് അതിമനോഹരമായി മൺട്രോത്തുരുത്തിൻ്റെ രാത്രി കാഴ്ച അതിമനോഹരമായി കാണിക്കാൻ പറ്റി. സിനിമയുടെ മെസ്സേജസിനെ പറ്റി പറഞ്ഞു. ഇതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന മെസ്സേജ് സ്ത്രീധനത്തിനെതിരെയുള്ളൊരു മെസ്സേജ് തന്നെയാണ്. അപ്പോൾ അതിലൊരു രസകരമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്ത്രീധനം കൊടുക്കാൻ സഹായിക്കുന്ന ഒരു കഥാപാത്രമാണ് PP അജേഷ്. പക്ഷേ അതിനെതിരെ ഏറ്റവും നല്ല മെസ്സേജ് പക്ഷേ ഭയങ്കര സിമ്പിളായിട്ടുള്ള 1-2 ഡയലോഗുകളിൽ കൂടെ പക്ഷേ മാസമായിട്ടുള്ള കുറച്ച് ഡയലോഗുകളിൽ കൂടെ PP അജേഷിനെ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ അത് പ്രസൻറ്റ് ചെയ്ത രീതി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ ഈ സ്ത്രീധനം എന്നുള്ളൊരു സാമൂഹ്യ വിപത്ത് എന്നൊക്കെ പറയാമല്ലോ, ഒരു വലിയൊരു പ്രശ്നത്തിനെ അഡ്രസ്സ് ചെയ്യുമ്പോൾ അപ്പോൾ അതിനെക്കുറിച്ച് സമൂഹത്തിനോട് എന്താ പറയാനുള്ളത് ഈ സിനിമയിൽ പറഞ്ഞതിലുപരി? അല്ലെങ്കിൽ സമൂഹത്തിൽ പറയാനുള്ള 2 വാക്കാണ്. പൊന്നു തൊടാത്തപ്പോഴാണ് പെണ്ണിൻ്റെ യഥാർത്ഥ ചന്തം. അതാണ് നമ്മുടെ മെസ്സേജ്. അതാണ് യഥാർത്ഥ ചന്തം. അപ്പം പൊന്നെ എന്ന് പറയുന്നത്, സ്വർണം എന്ന് പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഒരു വില കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു ലോഹമാണ് സ്വർണം. അത് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സ്ത്രീധനം എന്ന് പറഞ്ഞാൽ സ്ത്രീക്കുള്ള ധനമാണ്, പുരുഷനുള്ളതല്ല. അധ്വാനിക്കുന്നത് എന്തിനാണ് സ്ത്രീധനം എന്ന് ചോദിക്കുന്നത് അതുകൊണ്ടാണ്, ഇത്ര കഥാകൃത്ത് എഴുതി വെച്ചേക്കുന്നത് അതുകൊണ്ടാണ്. അപ്പം എൻ്റെ കാഴ്ചപ്പാട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീധനം സ്ത്രീക്കൊരു ധനമാണ്. അവർക്ക് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം. പണയം വെച്ചാൽ പൈസ കിട്ടും, വിറ്റാൽ പൈസ കിട്ടും. ഇന്ന് 100 രൂപയ്ക്ക് മേടിക്കുന്ന സാധനം ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് 1000 രൂപ വിലയാവും. അപ്പം അങ്ങനെ ഒരു ധനമായിട്ടാണ് സ്ത്രീധനത്തെ കാണേണ്ടത്. അല്ല ഇത് മേടിച്ചുകൊണ്ട് വന്നിട്ട് വേറെ അടുത്ത് കൊണ്ടു കൊടുത്ത് അത് ചെയ്യണ്ട. അത് മറ്റുള്ളവരും ചെയ്യേണ്ട കാര്യമല്ലേ ഇത്. അപ്പോൾ പൊന്നില്ലാത്തൊരു പെണ്ണുണ്ടാകുന്ന കാലം ഉണ്ടാവട്ടെ, സ്ത്രീധനം കൊടുക്കാതിരിക്കട്ടെ. ഇതിനുള്ളിലൂടെ ഞാൻ കാണുന്നൊരു വലിയ വേറൊരു പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ, ഞാനിത് ഈ സ്വർണം എന്ന് പറഞ്ഞ കഥ ഏതാണെങ്കിലും PP അജേഷ് എന്ന് പറയുന്ന സാധാരണക്കാരൻ്റെ മോട്ടിവേഷനാണ് ഈ സിനിമ. സാധാരണക്കാരനായ PP അജേഷ് നമ്മൾ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം, ജീവിതത്തിൽ തോക്കരുത്, ജയിക്കണം എന്ന് പറയുന്ന മെസ്സേജാണ് ശരിക്കും പൊന്മാനിലുള്ളത്. നമ്മൾ ഒരിടത്തും തോക്കരുത്, തോറ്റ ചരിത്രം ഇല്ലെന്ന് നമ്മൾ പറയത്തില്ല. ആ സാധനമാണ് അതിൽ നടത്തിയെടുക്കപ്പെടും. ആരെക്കൊണ്ട് നടക്കുന്ന കാര്യമാണ്, സാധാരണക്കാരനും നടക്കും, ആരെക്കൊണ്ട് നടക്കും. അതിനു വേണ്ടി അവനവൻ കഷ്ടപ്പെടുക. അവനവൻ ചത്താലും ഞാൻ വിടൂല എന്ന് പറയുന്നൊരു പോയിന്റ് ഏത് സാധാരണക്കാരൻ വന്നാലും അവർക്ക് ഉന്നതിയിലെത്താൻ പറ്റും എന്നുള്ള ഒരു മെസ്സേജാണ് ഞാൻ ഇതിലൂടെ പറഞ്ഞു വെക്കുന്നത്. ഇപ്പം മെലോഡ്രാമാറ്റിക് ആയിട്ട് അവതരിപ്പിക്കാവുന്ന സിനാരിയോസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കുത്തുകൊള്ളുന്ന സീനും പിന്നെ ബേസിൽ അന്വേഷിച്ച് പോകുന്നതും അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഒരുപാട് മെലോഡ്രാമയ്ക്കൊന്നും നിന്നില്ല. അതായത് റിയൽ ആയിട്ട് തന്നെ പോകും. പക്ഷെ എല്ലാ സിനിമകളിലും നമ്മളത് കണ്ടോളുന്നില്ല. ഇപ്പോൾ ഓഡിയൻസിന് ഇമോഷൻസ് ഇങ്ങനെ ഇൻസ്റ്റിൽ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ കുത്തി വലിക്കുക എന്നൊക്കെയുള്ള ശ്രമമൊക്കെ നടത്താമായിരുന്നു. പല സിനിമകളിലും അത് കാണാറുണ്ട്. അത് പലപ്പോഴും നമുക്ക് മടുപ്പാവാറുണ്ട്. അതിൻ്റെ ഒരു ഫ്ലോനെ ബാധിക്കും, ലാഗ് വരിക എന്നൊക്കെ അതിനെ നമുക്ക് പറയും. പക്ഷെ ഇതിൽ അതിനൊന്നും ശ്രമിച്ചില്ല. അതൊരു
വെറൈറ്റി ആയിട്ട് പറയും ചെയ്യാം. ഇപ്പം എന്താ പുതിയ കാലത്തെ സംവിധായകർ ബുദ്ധിപൂർവ്വം യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പം അതിനെ അങ്ങനെ കൺസീവ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ കറക്റ്റ് ഇമോഷൻ അല്ലെങ്കിൽ ആ ഒരു സങ്കടം അല്ലെങ്കിൽ ഈ ഒരു തിരയൽ ആ ഒരു ആങ്സൈറ്റി ഇവർ ഈ ക്യാരക്ടേഴ്സ് അനുഭവിക്കുന്ന ഒരു ആങ്സൈറ്റി ഉണ്ടല്ലോ, എന്താ പറ്റിയെന്ന് അറിയാം, അത് ഓഡിയൻസിലേക്ക് എത്താതിരിക്കുമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പേടിയോ അങ്ങനെ നമ്മളിത് ലൈഫ് കാണിക്കാനാണ് ആഗ്രഹിച്ചത്. നമ്മളതിൽ ഡ്രാമയിലൂടെ ലൈഫ് കാണിക്കുക. അപ്പം നമ്മളിപ്പം എന്തിനാണ് വെറുതെ ഒരു ഇതിന് പോകുന്നത്? വളരെ ആൾക്കാർക്ക് വളരെ ബോറടിക്കാത്ത രീതിയിൽ ആ വിഷയം അവതരിപ്പിക്കുക. അജേഷ് എന്തിനാണ് വന്നത്, വരിയാനയുടെ പ്രശ്നം എന്താണ്, അവസാനം അജേഷ് അധ്വാനിക്കുന്നത് എന്തിനാണ് ശ്രീധരൻ, ആ പല ചോദ്യങ്ങളൊക്കെ ചോദിച്ചു പോയിട്ട് എൻഡിൽ ഇയാൾ പറയുന്നുണ്ടല്ലോ മറ്റേ കൊല്ലത്തൊരു വർത്താനമുണ്ട്, അത് പറഞ്ഞ് പുള്ളിയെ എന്നിട്ടും ഇത് കിട്ടുമോ നമ്മൾ പ്രതീക്ഷിക്കും, പക്ഷെ പുള്ളി കുത്തു എന്നുള്ളത് പ്രതീക്ഷിക്കുന്നില്ല. അപ്പൊ അത് നമ്മൾ കുറച്ച് മാറി നിന്നാ കണ്ടത്. അത് അജേഷ് ഒരിക്കലും ദീർഘദൂരത്തിൽ പോലും ചിന്തിക്കുന്നില്ല എന്നെ കുത്തുവെന്ന്. അതുകൊണ്ട് നമ്മൾ ദൂരെ നിന്ന് അത് കണ്ടേക്കുന്നത്, വൈഡിലാണ് നമ്മൾ കുത്ത് കണ്ടേക്കുന്നത്. എന്നിട്ട് ഓഡിയൻസിനെ നമ്മൾ അടുത്തേക്ക് കൊണ്ടുവരികയായിരുന്നു ചെയ്തത്. അടുത്തേക്ക് വന്നപ്പോൾ എന്താണ് കുത്തു കൊണ്ടിരിക്കുന്നത് അജേഷ്. ഓഡിയൻസ് എല്ലാവരും ഒരു അത് അജേഷ് പ്രതീക്ഷിച്ചില്ലല്ലോ, അത് ഓഡിയൻസും പ്രതീക്ഷിച്ചില്ല. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പുള്ളി കൂവാണ് ഇത്രേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് വന്നത്. അങ്ങനെയാണ് അത്. എന്തിനാണ് പുതിയ എന്തെങ്കിലും കാണുക ആൾക്കാർ, അത് നല്ലതാണ്, ഇഷ്ടപ്പെട്ടിട്ട് റിസ്ക് എടുക്കാൻ. ഒരു കലാസംവിധായകനിൽ നിന്നും ഒരു പ്രൊഡക്ഷൻ ഡിസൈനർ കൂടെയാണ്. അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ പല നല്ല സിനിമകളുടെ ഭാഗമായിട്ടുണ്ട്. 2 തവണ സ്റ്റേറ്റ് അവാർഡും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കുമ്പളങ്ങി നൈറ്റ്സും ആൻഡ്രോയിഡ് കുഞ്ഞപ്പനും പിന്നെ എന്നാ താൻ കേസ് കൂടി ഈ സിനിമകൾക്ക് സ്റ്റേറ്റ് അവാർഡും കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ പല മികച്ച സിനിമ മലയും കുഞ്ഞ്, ഭ്രമയുഗം, ഭ്രമയുഗം പറയാതിരിക്കാൻ പറ്റില്ല. അപ്പം അത്രയും നല്ല സിനിമകളുടെ ഗംഭീരമുള്ള ആർട്ട് വർക്കും പ്രൊഡക്ഷൻ ഡിസൈനുള്ള സിനിമകളുടെ ഭാഗമാകാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ആർട്ട് ഡയറക്ടർ സംവിധായകനാവുമ്പോൾ കിട്ടിയിട്ടുള്ള അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ലേണിങ്സ് അല്ലെങ്കിൽ ആ ഒരു സ്ട്രെങ്ത് ഒക്കെ എങ്ങനെയാണ് ഒരു സംവിധായകനായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയത്? നമ്മൾ ആർട്ട് ഡയറക്ടർ സംവിധായകനാകുമ്പോൾ നമുക്ക് എന്നെ സംബന്ധിച്ചോളം രണ്ട് തരം ജോലിയാണ്. ആർട്ട് ഡയറക്ഷൻ ഒരു ജോലി, സംവിധായകൻ വേറൊരു ജോലി. അപ്പം നമ്മൾ അതിനകത്ത് ഈ പ്രൊഡക്ഷൻ ഡിസൈനായിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ടെക്നിക്കൽ പ്രശ്നങ്ങളുണ്ടല്ലോ, എന്താ ഈ വിഷയാവശ്യങ്ങൾ, അങ്ങനെ അതിനെല്ലാം എനിക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഈ സംവിധായകൻ്റെ തലയിൽ കൂടെ പോകുന്ന ഒരു സാധനത്തിലേക്ക് എനിക്ക് തോന്നിയിട്ടില്ല. അത് രണ്ട് ജോലിയാണ്. പിന്നെ നമ്മൾ ഇത്ര നാൾ ഇത് ചെയ്തതിൻ്റെ അനുഭവങ്ങളുണ്ട്, മറ്റൊരു കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ പ്രൊഡക്ഷൻ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുകളൊന്നും വന്നില്ല. നമുക്ക് ഇപ്പോൾ ഇന്ന് 7 മണി വരെ അവിടെ ഷൂട്ടുള്ളൂ, അപ്പോൾ അതിന് നമുക്ക് ഇന്ന സമയത്ത് തുടങ്ങാം, അപ്പോൾ അതിന് ഇന്ന കാര്യങ്ങൾ നേരത്തെ ചെയ്ത് വെച്ച് നടക്കും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. മൺട്രോത്തുരുത്ത് പോലെ സ്ഥലം ഷൂട്ട് ചെയ്തെടുക്കണമെങ്കിൽ ആ പ്രൊഡക്ഷൻ ഡിസൈനറുടെ ബുദ്ധി അതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതെ, അതിൽ ഇപ്പോൾ ഈ സിനിമയിൽ വന്നാൽ തന്നെ ഈ പല കാര്യങ്ങളും സെറ്റ് ഇട്ടിട്ട് തന്നെയല്ലേ? അതെ, സ്റ്റെഫിയുടെ വീട്, മറ്റു മോട്ടോർപുരയൊക്കെ സെറ്റാണ്. അത് കൃപേഷ് അയ്യപ്പൻകുട്ടിയാണ് ആർട്ട് ഡയറക്ടർ. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൃപേഷാണ് ആർട്ട് ഡയറക്ടർ. അവരാണത്. ഇപ്പോൾ ദ ഹിന്ദുവിന് കൊടുത്ത ഇന്റർവ്യൂല് ഇപ്പോൾ പുതിയ ഇന്റലിജന്റ് ആയിട്ടുള്ള യങ് ആയിട്ടുള്ള ഡയറക്ടേഴ്സ് വന്നതിന് ശേഷം ആർട്ട് ഡയറക്ടർ എന്നുള്ള നിലയിൽ ഒരു സിനിമയുടെ ആർട്ട് ഡയറക്ഷനിൽ വർക്ക് ചെയ്യുമ്പോൾ കൂടുതൽ സ്കോപ്പ് ഉണ്ടാവുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കുറച്ച് കാലം മുന്നത്തെ വർക്ക് എക്സ്പീരിയൻസ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ യങ് ആയിട്ടുള്ള പുതിയ ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ആ ഡയറക്ടർ ഈ സ്കോപ്പ് കൂടുന്നു പറഞ്ഞു. അതെങ്ങനെയാണ് ഇത് രണ്ടും തമ്മിലുള്ള? പണ്ട് നല്ല സംവിധായകരുടെ കൂടെയുള്ള സിനിമയിൽ നല്ല ആർട്ട് ഡയറക്ടർമാരുണ്ടല്ലോ. അതെ, അവരുടെ ഡിമാൻഡ്, അവരിന് ഇതെന്താണ് ഈ മേഖല എനിക്ക് വേണം, അതിൽ ഇതുകൂടെ വരുമ്പോഴാണ് സിനിമ സക്സസ് ആകുന്നത് എന്നുള്ള ഒരു കാഴ്ച വരുന്ന സംവിധായകർ വരുമ്പോൾ അങ്ങനെ കാഴ്ചയുള്ള പ്രൊഡക്ഷൻ ഡിസൈൻസ് ഉണ്ടാവും. അപ്പോൾ ഈ ഇപ്പോൾ യങ് ആയിട്ടുള്ള ആൾക്കാർ കൂടെ വർക്ക് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒരു കാണുകയും കേൾക്കുകയും ലോക സിനിമകൾ കാണുകയാണ്. അപ്പോൾ അതിനകത്ത് ടെക്നിക്കലും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവർക്ക് അതിനെപ്പറ്റി അതുപോലുള്ള ഒരു ആർട്ട് ഡയറക്ടറെ കിട്ടിയാൽ കൊള്ളാം എന്നവർ സെർച്ച് ചെയ്യും. അത് നമ്മളിലെത്തും. അപ്പോൾ അവർ കാണുന്നതിൻ്റെ അപ്പുറത്തെ റിസൾട്ട് നമ്മൾ കൊടുക്കുമ്പം അടുത്ത ആൾക്കാർ നമ്മളെ പിന്നെയും വിളിക്കും. അങ്ങനെ നല്ല സംവിധായകരെത്തുന്ന ചിന്തിക്കുമ്പോൾ നമ്മൾ നല്ല ആർട്ട് ഡയറക്ടർമാരും അത് ജനിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്കും സിനിമയെ പറ്റി പഠിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർക്കും വേണ്ടിയിട്ടുള്ളൊരു ചോദ്യമാണ്. അതായത് ഇപ്പോൾ പ്രൊഡക്ഷൻ ഡിസൈനറുമാണ് ആർട്ട് ഡയറക്ടറുമാണ്. ഇപ്പോൾ ലളിതമായിട്ടാണെങ്കിലും ഒരു ഇതിനെ രണ്ടിനും വേർതിരിച്ചൊരു ഡിഫൈൻ ചെയ്യുക അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുക പറഞ്ഞാൽ ഇത് രണ്ടും തമ്മിൽ ഇപ്പോൾ പ്രൊഡക്ഷൻ ഡിസൈനും ആർട്ട് ഡിസൈനും തമ്മിലുള്ള ആർട്ട് ഡയറക്ഷനും തമ്മിലുള്ള വ്യത്യാസത്തെ എങ്ങനെയാണ്? അതായത് നമ്മുടെ സിനിമയിൽ പ്രൊഡക്ഷൻ ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു സിനിമ ഒരു ഡയറക്ടർ മനസ്സിൽ ഒരു സിനിമയായിട്ട് നമ്മളെ സമീപിക്കുമ്പോൾ നമ്മൾ അതിനകത്ത് മൊത്തം കാര്യങ്ങൾ, അതായത് പ്രൊഡക്ഷൻ ഡിസൈൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ കളറ് കാര്യങ്ങൾ, അതിൻ്റെ ഡിസൈനിങ്, അതിൻ്റെ പ്രോപ്പർട്ടീസ് തൊട്ട് എല്ലാത്തിനെ പറ്റി ഒന്ന് മനസ്സിലാക്കി
അതിനൊരു ഒരു ഒരു ഫോട്ടോസൊക്കെ എടുത്തൊരു ഒരു പ്രൊഡക്ഷൻ ഡിസൈൻ ബുക്ക് ഉണ്ടാക്കി, ഡിസൈൻ ഉണ്ടാക്കി, A to Z അവരുടെ ഇതായിരിക്കും. ഫ്രെയിമിൻ്റെ അതിൻ്റെ കളറും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ട്. ഡ്രസ്സിൻ്റെ കളർ, അപ്പോൾ ഇതിനനുസരിച്ചുള്ള ഡ്രസ്സായിരിക്കണം, അതിനനുസരിച്ചുള്ള എന്ന് പറയും. മൊത്തത്തിൽ ഡയറക്ടർക്ക് ക്രിയേറ്റിവിറ്റി മാത്രമേ, അവരുടെ ഇമോഷൻ മാത്രം ഫുള്ളി ഫോളോ ചെയ്താൽ മതി, ബാക്കി മുഴുവൻ ഇവിടെ വരും. സിനിമാറ്റോഗ്രാഫറായിട്ട് ചേർന്നിട്ടുള്ള ഒരു പരിപാടിയാണ് പ്രൊഡക്ഷൻ ഡിസൈൻ എന്ന് പറയുന്നത്. ആ ഡിസൈൻ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് ആർട്ട് ഡയറക്ടർ. അതാണ് ഇത് തമ്മിലൊരു വ്യത്യാസം. അപ്പോൾ ആർട്ട് ഡയറക്ടർ ആ ജോലി മാത്രം ചെയ്താൽ മതി. പ്രൊഡക്ഷൻ ഡിസൈനെ സംബന്ധിച്ചോളം A to Z ചെയ്യണം. ഇവിടെയൊക്കെ പ്രൊഡക്ഷൻ ഡിസൈനർ എല്ലാം ചെയ്യും. ഈ പറയുന്ന ആർട്ട് ഡയറക്ടർ പണി ഉൾപ്പെടെ എല്ലാം പ്രൊഡക്ഷൻ ഡിസൈനർ തന്നെ. നമ്മുടെ ഇൻഡസ്ട്രി ഉള്ള ഒരു ഭീമമായ ബഡ്ജറ്റ് ഒന്നുള്ള ഇൻഡസ്ട്രി അല്ലല്ലോ നമ്മൾ. അപ്പം മലയാളത്തിൽ വരുന്നപ്പോൾ ഞാൻ പ്രൊഡക്ഷൻ ഡിസൈനായിട്ട് നിൽക്കുമ്പോൾ പ്രമേയത്തിലേക്ക് 9 മാസം ഞാൻ ഇത് വർക്ക് ചെയ്തു. ഒരു ആർട്ട് ഡയറക്ടർ അത്ര സമയം നിൽക്കണമെന്നില്ല. പുള്ളി ഒരു പടം കഴിഞ്ഞു, അതിനിടയ്ക്ക് വേറൊരു പടം കമ്മിറ്റ് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ വേറൊരു പടം കമ്മിറ്റ് ചെയ്തിട്ടുണ്ടാകും. 3 പടമൊക്കെ ഒരേ സമയം ചെയ്യുന്ന ആർട്ട് ഡയറക്ടർമാരുണ്ട്. അപ്പോൾ പ്രൊഡക്ഷൻ ഡിസൈൻ എന്ന് പറയുമ്പോൾ ഒരു പടം കൂടുതലായിട്ട് നിന്ന് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട പണിയാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ ഡിസൈനിങ് കഴിഞ്ഞു, നമുക്ക് അടുത്തൊരു പടത്തിലേക്ക് എത്താൻ പറ്റും. പക്ഷേ അത് ഫുൾ ടൈം ഒരു പ്രൊഡക്ഷൻ ഡിസൈനർ സിനിമയിലുണ്ടെങ്കിൽ അത് ഗുണം ചെയ്യുന്നുള്ളതിന് തെളിവാണ് ബ്രഹ്മയുഗം. അതെ, അതാണ്. അപ്പോൾ ഈ ബ്രഹ്മയുഗത്തിനെ പറ്റി പറയുമ്പോൾ അത് അത്യാവശ്യം ഭയങ്കര ചലഞ്ചിങ്ങും കൂടിയാണ്. കാരണം ഫുള്ളായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കൺസീവ് ചെയ്ത ഒരു സിനിമ എന്ന് പറയുമ്പോൾ അതൊരു ആർട്ട് ഡയറക്ഷൻ പെർസ്പെക്റ്റീവിലും അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ ഡിസൈൻ പെർസ്പെക്റ്റീവിലും ഫേസ് ചെയ്തപ്പോൾ അതിൻ്റെ സിനിമാറ്റോഗ്രാഫിയിലാണെങ്കിലും ഡയറക്ഷൻ്റെ ആണെങ്കിലും ചലഞ്ചസ് പലപ്പോഴായിട്ട് ഡിസ്കഷനിൽ വന്നിട്ടുള്ള. അപ്പോൾ ഈ ഒരു പ്രൊഡക്ഷൻ ഡിസൈൻ പെർസ്പെക്റ്റീവിലുള്ള ഈ ബ്രഹ്മയുഗം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടായിട്ടുള്ള ചലഞ്ചസും ആ ഒരു എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഉണ്ടാവില്ല ഇങ്ങനെ ഒരു ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ അതിനെ എങ്ങനെയാണ്? അത് ബ്രഹ്മയുഗത്തിൻ്റെ ഞാൻ എല്ലാ ഇൻ്റർവ്യൂവിലും പറഞ്ഞു, ബ്രഹ്മയുഗത്തിൻ്റെ ക്രെഡിറ്റ് അതിൻ്റെ സംവിധായകനും അതിൻ്റെ പ്രൊഡ്യൂസറും രാഹുലിനാണ്. അത് അവർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാൻ തീരുമാനിച്ചു. അത് മമ്മൂക്ക എന്ന വലിയ നടനിലേക്ക് എത്തിയപ്പോൾ അത് വലിയ സിനിമയായി മാറിയത്. അപ്പം അതിനകത്ത് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ രാഹുലിന് കൃത്യമായ ധാരണയുണ്ട് എങ്ങനെ ഇരിക്കണം ആ സിനിമ, അതിൻ്റെ പശ്ചാത്തലം എങ്ങനെ ഇരിക്കണം, അതിൻ്റെ സൗണ്ട് എങ്ങനെ ഇരിക്കണം എന്നൊക്കെ നല്ല കൃത്യമായ ധാരണയുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അപ്പോൾ പുള്ളി അത് നമ്മളോട് പറയുമ്പോൾ നമുക്ക് ചലഞ്ചായിരുന്നു. അത് പുള്ളി കാണുന്നതിനെക്കാട്ടി മേളിച്ച് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതിനുവേണ്ടി പണിയെടുത്തു. അപ്പോൾ ആ പണി നന്നായി വന്നു. അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ടു. ആർട്ടും അതിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈനും ആ സിനിമയുടെ വിജയത്തിന് അവിഭാജ്യ ഘടകമായിരുന്നു. അതെല്ലാവരും വിളിച്ച് പറയുമ്പോഴേക്കും ഒരു സന്തോഷം അത് നിലനിൽക്കും. അതെ, ഇപ്പോൾ തിയേറ്റർ സിനിമകളും OTT സിനിമകളും അത് കോവിഡ് സമയത്തായിരുന്നു ഫുൾ OTTയിലേക്ക് പോകുക. കാരണം ഒരു സമയത്തിൻ്റെ ഒരു ചലഞ്ചും കൂടിയായിരുന്നു തിയേറ്ററിൽ ഇറക്കാൻ പറ്റാണ്ടാവുക. ഇത് രണ്ടും തമ്മിൽ ഭയങ്കര ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്ന സമയം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നേരിട്ട് OTTയിലേക്ക് സിനിമകൾ ഡയറക്റ്റായിട്ട് റിലീസ് ചെയ്യുന്നത് തീരെ കുറഞ്ഞിട്ടുണ്ട്, ഇല്ലയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം, പ്രത്യേകിച്ച് മലയാളത്തിൻ്റെയൊക്കെ കാര്യത്തിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ തിയേറ്ററിലേക്ക് ആൾക്കാർ ഇപ്പോൾ ആ ഒരു ആൾക്കാർ സിനിമയ്ക്ക് തിയേറ്ററിലേക്ക് പോകുന്നത് ഭയങ്കര ചൂസി ആയിട്ടുണ്ട്. പല ഫാക്ടേഴ്സും. ഇപ്പോൾ പ്രത്യേകിച്ച് ഫാമിലി ആയിട്ട് പോകുമ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി, ഒരു ചെറിയ ട്രിപ്പാണ് ആക്ച്വലി. ഇപ്പോൾ ഒരു തിയേറ്ററിൽ പോയി സിനിമ കാണുക, ഭക്ഷണം, ആ ഒരു കറക്കത്തിൻ്റെ ഒക്കെ ഒരു ചിലവും കൂടെ ഉണ്ട്. അപ്പോൾ അവർ വന്ന് തിയേറ്ററിൽ കാണുമ്പോൾ ഇതിനെ ഒരു വിഷ്വലി അല്ലെങ്കിൽ സിനിമാറ്റിക്കലി എലിവേറ്റ് ചെയ്യുന്നതിൽ ഇപ്പോൾ ഈ പ്രൊഡക്ഷൻ ഡിസൈനും ആ ഡിസൈനറും തമ്മിൽ ആർട്ട് ഡയറക്ടറും ഒരു വല്ലാത്തൊരു ചലഞ്ച് അതിലുണ്ടല്ലോ, ഇത് വിഷ്വലി എലിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊക്കെ കൊടുക്കുന്ന ഒരു എന്താ പറയുക ഒരു ഫോക്കസും അല്ലെങ്കിൽ ഒരു നുവാൻസസും അത് ഇപ്പോൾ പല സിനിമകൾക്കും ഭയങ്കര സട്ടിലായിട്ടായിരിക്കും ആർട്ട് ഡയറക്ഷനൊക്കെ ഉണ്ടാവും. അത് പലപ്പോഴും ഓഡിയൻസ് അത് ശ്രദ്ധിക്കാതെ പോലെ പോകും. ഒരു സിനിമ നന്നായിട്ട് പറഞ്ഞു പോകും, പക്ഷേ ഈ ഒരു വർക്ക് ചിലപ്പോൾ അവർ കണ്ടോളണമെന്നില്ല. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഒരു വിഷമം ഉണ്ടാവാറുണ്ടോ? പക്ഷേ ഇല്ല, കുഴപ്പമില്ല, അതിൻ്റെയൊക്കെ ഒരു റിസൾട്ടാണ് നമ്മളിതിൽ കാണുന്നത്. പിന്നെ മാത്രമല്ല ഈ ഗംഭീര ആർട്ട് ഡയറക്ഷൻ ഒക്കെ കിട്ടുന്ന പ്രോത്സാഹനം ഇതിനെയൊക്കെ എങ്ങനെയാണ് കാണുന്നത്? അത് OTT സിനിമ, തിയേറ്റർ സിനിമ എന്ന സങ്കല്പം എനിക്കില്ല. റൈറ്റ്. എനിക്ക് സിനിമ എന്ന് പറഞ്ഞ ഒറ്റ പ്രോഡക്റ്റാണ്. അത് വലിയ സ്ക്രീനിൽ കാണണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ TV-യിലോ മൊബൈലിലോ കാണുന്ന അല്ല സിനിമ. അപ്പം അങ്ങനെ ഒരു തരംതിരിവിനകത്തുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ ഇതിനെപ്പറ്റി ചിന്തിക്കാറില്ല. അപ്പം സിനിമ തിയേറ്ററിൽ തന്നെ കാണണം. പിന്നെ അതിനകത്ത് കലാസംവിധാനം എൻ്റെ ജോലിയാണ്. കലാസംവിധാനം അല്ല സിനിമയിൽ ജനം ശ്രദ്ധിക്കേണ്ടത്. സിനിമ നമുക്ക് എങ്ങനെ കണക്റ്റ് ആവുന്നുണ്ടോ, നമുക്ക് ഏതെങ്കിലും ഇമോഷൻ, ഒന്ന് ചിരിയായിരിക്കാം, അല്ലെങ്കിൽ വയലൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഹൊററായിരിക്കാം, അല്ലെങ്കിൽ പ്രണയമായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് സങ്കടങ്ങളായിരിക്കാം, കരച്ചിലായിരിക്കാം, അത് ഏതെങ്കിലും ഒന്ന് ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സിനിമ വിജയിച്ചു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇപ്പോൾ സിനിമകളുടെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ ഏത് ടൈപ്പ് ഓഫ് സിനിമയിൽ വർക്ക് ചെയ്യുമ്പോഴാണ് കൂടുതൽ കംഫർട്ട്, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് സിനിമയിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ചലഞ്ചിങ്? ഇപ്പോൾ ബ്രഹ്മയുഗം പറഞ്ഞാൽ ഒരു എന്താ പറയുക പഴയകാലം, പക്ഷേ ഹൊറർ, ചെറിയൊരു സ്പേസിൽ നമ്മൾ കുറേ വർക്ക് ചെയ്യുന്ന ഒരു സംഭവം. കുമ്പളങ്ങി ആകുമ്പോൾ ഭയങ്കര അത്യാവശ്യം വൈഡായിട്ടുള്ള കുറേ ഏരിയാസും, ഇപ്പോൾ പൊന്മാനാണെങ്കിലും കുറച്ച് വൈഡായിട്ടുള്ള കുറേ കാര്യങ്ങൾ. ഇതുവരെ വർക്ക് ചെയ്ത സിനിമകളിൽ ഏറ്റവും റിവാർഡിങ്ങോ അല്ലെങ്കിൽ ചലഞ്ചിങ്ങോ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതായിരിക്കും? ഞാൻ എല്ലാ സിനിമയും സമീപിക്കുന്ന ഒരേ മാനസികാവസ്ഥയോടെ.
അപ്പോൾ അതിനകത്ത് എന്നെ ഇപ്പം ഞാൻ കലാസംവിധാനം ചെയ്യുമ്പോഴും ആ തിരക്കഥ എന്നെ സ്പർശിക്കണം. അത് പഴയ കാലമാണോ പുതിയ കാലമാണോ ഒന്നും ഞാൻ ചിന്തിക്കാറില്ല. അത് ആ സിനിമ എന്നെ സ്പർശിച്ചാൽ ആ സിനിമയിലൂടെ നമ്മൾ ജോലി ചെയ്യും. അത് ഒരെണ്ണം എടുത്ത് പറയാൻ എനിക്കില്ല. ഞാൻ ചെയ്യുന്ന എല്ലാം എൻ്റെ ഫേവറേറ്റ് വർക്കുകളാണ്. ഒരെണ്ണം അപ്പോൾ ആ കഥയ്ക്ക് എന്ത് ചെയ്യുന്നു. ചില സിനിമയിലൊന്നും വലിയ ആർട്ടൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല എന്ന് വെച്ചാൽ ആ കഥ അതേ ആവശ്യപ്പെടുന്നുള്ളൂ. അപ്പോൾ നമ്മൾ സ്പർശിച്ചെങ്കിലേ ചെയ്യുള്ളൂ, അല്ല ചെയ്യത്തില്ല. പിന്നെ രണ്ടാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സിനിമയെ പ്രതലം ഉണ്ടാക്കുന്നതാണ് പ്രൊഡക്ഷൻ ഡിസൈൻ കലാസംവിധായകൻ്റെ ജോലി. അതായത് ആ കഥ ഇവിടെ നിൽക്കണം, അത് നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ്. അത് നിർത്തി കൊടുത്താലേ അവർക്ക് മുന്നോട്ട് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാണ് പിന്നെ സെറ്റ് ഉണ്ടാവുന്നത്, പിന്നെ അത് കഴിഞ്ഞാണ് പിന്നെ അതിൻ്റെ പ്രോപ്പർട്ടീസ് വരുന്നത്. അപ്പോൾ ഈ ആ പ്രതലത്തിൻ്റെ സത്യസന്ധത പോലിരിക്കും അതിൻ്റെ സെറ്റ്, ആ സെറ്റിന് സത്യസന്ധത പോലിരിക്കും അതിൻ്റെ പ്രോപ്പർട്ടീസ്, പ്രോപ്പിംഗ് പരിപാടി. പിന്നെ മഴ പെയ്യുന്ന സ്ഥലമാണ്, ഇപ്പോൾ കഥയിലൊക്കെ മഴ പെയ്യുന്ന സ്ഥലമാണ്. മഴ പെയ്യുമ്പോൾ ആ സ്ഥലം ചുറ്റുപാടും എങ്ങനെ ആയിരിക്കും. അപ്പോൾ നമ്മൾ സാധാരണ കാണുന്നു കഴിഞ്ഞാൽ ഭയങ്കര മഴയൊക്കെ നമ്മൾ പെയ്യിക്കും, ബാക്ക്ഗ്രൗണ്ട് എല്ലാം കരിഞ്ഞു കിടക്കും. ഒരു വർഷമായിട്ട് മഴ പെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അത് പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട് ആൾക്കാർ. അങ്ങനല്ല, അതിനെ ഒരു എന്താ പറയുക, അത് പ്രകൃതിയുടെ ഇതും കൂടെ നമ്മൾ അതിനകത്ത് അറിയണമെന്നുള്ളതാണ് പ്രതലമെന്ന് ഉദ്ദേശിക്കുന്നത്. റൈറ്റ് റൈറ്റ്. ഇപ്പോൾ മലയാളം കൂടാതെ മറ്റ് ഇൻഡസ്ട്രികളിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടോ? അതായത് ഉണ്ട്, ഞാൻ തമിഴിലും തെലുങ്കിലും ഒക്കെ ജോലി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ രണ്ട് ഇൻഡസ്ട്രികളിലും ഇപ്പോൾ മറ്റ് ഇൻഡസ്ട്രികളൊക്കെ ഇപ്പോൾ തെലുങ്ക് തമിഴ് മലയാളം തമ്മിൽ കുറേ അന്തരങ്ങളുണ്ട്. ഇപ്പോൾ ഫൈനാൻസിൻ്റെ കാര്യമാണ്, ബഡ്ജറ്റിൻ്റെ കാര്യമാണെങ്കിലും ആ ഒരു സ്കോപ്പിൻ്റെ കാര്യത്തിലൊക്കെ ആകുമ്പോൾ ഒരു ഭയങ്കര ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ. അത് ആർട്ടിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെ അഫക്റ്റ് ചെയ്യാറുണ്ടല്ലോ അല്ലേ? അല്ല, ആർട്ട് ഞാനിപ്പോൾ ഈ തമിഴിലും തെലുങ്കിലും ഒക്കെ വർക്ക് ചെയ്തു. ഇപ്പോഴാണ് ശരിക്കും തമിഴിൽ നിന്നും തെലുങ്കിൽ നിന്നൊക്കെ ആർട്ടിനൊക്കെ പ്രാധാന്യമുള്ള സിനിമകൾ വന്നു തുടങ്ങി. റൈറ്റ്. അവിടെ എന്ന് പറഞ്ഞാൽ വേറെ തരം രീതിയിലാണ് ഫിലിം മേക്കിംഗ് പോകുന്നത്. മലയാളത്തിൽ ആർട്ടിന് പ്രാധാന്യമുള്ള സിനിമകൾ പണ്ട് തൊട്ടേ ഭരതൻ സാറും ഒക്കെ ഉണ്ടായിരുന്ന കാലം തൊട്ടേ ഉണ്ടല്ലോ. പഴയ നമ്മൾ അവരെയൊക്കെ കണ്ടിട്ടാണല്ലോ നമ്മൾ സിനിമ കണ്ട്, അവരെയൊക്കെ സിനിമ ഭരതൻ സാറിൻ്റെയും ഐ സി സാറിൻ്റെയും പിന്നെ അങ്ങനെയുള്ള ആൾക്കാരുടെ എല്ലാം സിനിമ കണ്ടിട്ടാണല്ലോ നമ്മൾ ഇങ്ങോട്ട് വന്നേക്കുന്നത്. അപ്പം അത് ഭയങ്കര ഒരു 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 രസമാണ്. അത് ആ ടൈപ്പ് അങ്ങനെയൊക്കെയുള്ള സിനിമകൾ നമുക്ക് ഇഷ്ടപ്പെടുന്നതുകൊണ്ടായിരിക്കാം നമുക്ക് നല്ല ഇമോഷനുള്ള സിനിമകളിലേക്ക് നമ്മൾ വരുന്നത്. അപ്പം എനിക്ക് ആദ്യത്തെ അവാർഡ് ഈ പൊന്മാനി കിട്ടിയത് സത്യൻ സാറ് വിളിച്ചതാണ്. സത്യന്തിക്കാട് സാറ് വിളിച്ചിട്ട് ഫസ്റ്റ് ഡേ സിനിമ കണ്ടിട്ട് സാറ് വിളിച്ചിട്ട് വലിയൊരു ഒരു 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 അംഗീകാരമായിരുന്നു. എന്നിട്ട് സാറിനൊക്കെ പോയി, സാറ് സംസാരിച്ചു. പുള്ളി പറയുന്നത് ഈ പുള്ളി കുറച്ച് ആൾക്കിടയിൽ കണ്ട ഏറ്റവും നല്ല മലയാള സിനിമയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ സ്നേഹത്തോടെ ഒരുപാട് ആൾക്കാർ വിളിച്ചിരുന്നു. അതൊക്കെയാണ് നമ്മുടെ ഒരു ഒരു എന്താ പറയുക ഈ അടുത്തയിലേക്കുള്ള യാത്ര. അതാണ് ആക്ച്വലി വളരെ മികച്ച സിനിമ തന്നെയാണ്, സംശയമില്ല. മലയാളത്തിൽ ഉണ്ടായിട്ടുള്ള സിനിമ എനിക്ക് ഇതെല്ലാവരും കണ്ടു എന്നുള്ളതാണ്. എനിക്ക് അതാണ് കുറച്ച് ആൾക്കാരോട് കാണാനുണ്ട്, അത് വന്ന് കാണുമായിരിക്കും. കണ്ടു, വിജയകരമായി പോകുന്നുണ്ട്. പണമൊക്കെ പ്രൊഡ്യൂസർക്ക് തിരിച്ചു കിട്ടി, അതൊക്കെ തന്നെ വലിയ കാര്യമാണ്. ഇന്നത്തെ അവസ്ഥ ഇച്ചിരി മോശമാണ് സിനിമയുടെ ഒരു സാഹചര്യം. ആൾക്കാർ പരീക്ഷാ സമയം പിന്നെ ആൾക്കാർ പൊതുവെ ഒന്ന് വലിഞ്ഞു നിൽക്കുന്നുണ്ട് സിനിമയിൽ, അതെന്താണെന്ന് അറിയുന്നില്ല. അത് കാരണം ഇപ്പോൾ ഈ ജനുവരിയിൽ തന്നെ ഇപ്പോൾ ആകെ ഒരു സക്സസ് ആയിട്ടുള്ള സിനിമ രേഖാചിത്രം അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രതിസന്ധി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പരീക്ഷയാണ് മെയിൻ. ആൾക്കാർ എല്ലാവരും തിരക്കുകളല്ലേ, അവർക്കും സിനിമ കാണാനുള്ള സമയത്ത് അറിയാം. അതാണ് നേരത്തെ പറഞ്ഞ പോലെ, അതായത് ഒരു ട്രിപ്പാണ്, ഒരു ചെലവാണ് തിയേറ്ററിലേക്ക് പോകാൻ, അത് ആൾക്കാർക്ക് ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ അടുത്ത പ്രോജക്റ്റുകളെ പറ്റി പറയുമ്പോൾ ഇപ്പോൾ കറൻലി രാഹുൽ സദാശിവന്റെ അടുത്ത പടത്തിൽ വർക്ക് ചെയ്യാണ്, പ്രൊഡക്ഷൻ ഡിസൈൻ ചെയ്യുന്നുണ്ട്. അല്ല, അടുത്ത സിനിമയുടെ കഥകളായി 2-3 പരിപാടികൾ നമ്മൾ ഈ സമയം നമുക്ക് ഒരുപാട് സമയം കിട്ടിയല്ലോ. ഇത് കഴിഞ്ഞ ഫെബ്രുവരി 10 ഷൂട്ട് തുടങ്ങിയ പടമാണ്. ഈ മാർച്ച് 30 റിലീസ് ചെയ്ത പടം. അപ്പോൾ ഒരു വർഷം നമുക്കിനി പിന്നെ സമയം ഉണ്ടായിരുന്നു. ആ സമയം കൊണ്ട് നമ്മൾ 1-2 കഥകളൊക്കെ സംവിധാനം ചെയ്യാനുള്ള കഥകൾ ഉണ്ട്. അപ്പം ഇപ്പൊ ഇതിന്റെ ഒരാഴ്ചയും കൂടെ പൊന്മാന് കൊടുത്തിട്ട് പിന്നെ ഈ കലാസംവിധാനവും അതിലൂടെ തന്നെ പുതിയ സിനിമയുടെ യാത്രകളും ഒക്കെ ആയിട്ട് സജീവമായി മുന്നോട്ട് പോകാനാണ് പ്ലാൻ ചെയ്യുന്നത്. അനൗൺസ് ചെയ്യാൻ മാത്രമുള്ള പ്രൊജക്ടുകളൊന്നും അനൗൺസ് ചെയ്യാനുള്ള പ്രൊജക്ട് അങ്ങനല്ല, അത് നമ്മളൊരു ഒന്നുകൂടെ ഒന്നാവണം. അത് ശകലം കൂടെ ആയിട്ടുണ്ട്, എന്നാലും കുറച്ചുകൂടെ എന്നിട്ട് അവർ അടുത്തൊരു ആളിലേക്ക് എത്തണം.
അപ്പോൾ പൊന്മാൻ പോലെ തന്നെ ഗംഭീര സിനിമകൾ ഇനിയും ഉണ്ടാവട്ടെ, ഗംഭീര ആർട്ട് വർക്കുകൾ ഉണ്ടാവട്ടെ. ഞാനൊരു പ്രോഡക്റ്റ് അത് എല്ലാവരും ഇഷ്ടപ്പെട്ടു, സന്തോഷം. ഇനി അടുത്തൊരു പ്രോഡക്റ്റുമായിട്ട് നമ്മൾ വരും. അതെ, നമുക്ക് ഒരു പ്രതീക്ഷയാണ്. അതായത് ഇത്തരത്തിലൊരു ക്വാളിറ്റി സിനിമകളൊക്കെ വരുമ്പോൾ, പുതിയ സംവിധായകർ വരുമ്പോൾ നമുക്ക് പുതിയൊരു ഉത്തരവാദിത്വമാണ്. അതെ 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 നമ്മൾ ലുക്കിംഗ് ഫോർവേഡ് ടു എന്നൊക്കെ പറയില്ല, അത്തരത്തിലുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. നല്ല നല്ല ആർട്ട് വർക്കിലാണെങ്കിലും പ്രൊഡക്ഷൻ ഡിസൈനിങ്ങിലാണെങ്കിലും എല്ലാത്തിലും ഗംഭീര സാധനങ്ങൾ വരട്ടെ. ആശംസകൾ.